വ്യക്തിപരമായ നിലയിൽ 4 ടൈറ്റില്ല, 4ഉം വളരെ വ്യത്യസ്തമായ ടൈറ്റില്ല. ഒന്ന് ഗാനരചയിതാവ്, ഒന്ന് പുസ്തക രചയിതാവ്, പിന്നെ ഒന്ന് ഗ്രാഫിക് ഡിസൈനർ, ഒന്ന് ഇവാഞ്ചലിസ്റ്റ്, പിന്നെ ഉള്ളത് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. 5 ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഇത് തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല. ദൈവം എന്നെ ആ നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ പുസ്തകം എഴുതുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ തോന്നുന്നത്. എനിക്ക് ചിന്തകൾ എനിക്ക് നല്ല ചിന്തകൾ വരും. ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയ്ക്ക് എല്ലാ പെന്തക്കോസ് ലോകത്തിൻ്റെ ആദ്യത്തെ കലണ്ടർ എന്ന നിലയിൽ ഞാനാണ് തിരുവല്ലയിൽ നിന്നുകൊണ്ട് ഒരു വലിയ വാൾ കലണ്ടർ ഉണ്ടാക്കി ആരംഭം കുറിച്ചു, ഡിസൈൻ ചെയ്തു. അത് KC ജോൺ സാർ അത് പ്രിൻ്റ് ചെയ്തു. IPCയുടെ ജനറൽ കൺവെൻഷൻ അത് പബ്ലിഷ് ചെയ്ത് ഇന്ന് എല്ലാ പെന്തക്കോസുകാർക്കും അവരവരുടേതായ കലണ്ടറായി തീരാൻ അതൊരു കാരണമായി. അച്ഛനൊരു ഗ്രാഫിക് ഡിസൈനറാണെന്ന് പറഞ്ഞു. ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ എനിക്ക് ആ കാലത്ത് ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള നിലയിൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയായിരുന്നു തുടക്കം? അതായത് ഇൻബോൺ ആർട്ടിസ്റ്റ് ആണോ അതോ പഠിച്ചതാണോ? ഇൻബോൺ ആർട്ടിസ്റ്റാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ ഡ്രോയിങ്, പെയിൻറ്റിങ് ഒക്കെ പങ്കെടുക്കുമായിരുന്നു. സ്കൂളിൽ അതിനെല്ലാം സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ആർട്ട് വർക്കുകളൊക്കെ അന്ന് ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ബെഹറിലായിരുന്നപ്പോൾ എൻ്റെ നിലവിലുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ജോലി നഷ്ടപ്പെട്ടു. അവിടെ ഒരാൾ പറഞ്ഞു, ഒരു വിശ്വാസിയായ ഒരാൾ പറഞ്ഞു, ആർട്ടിസ്റ്റിൻ്റെ പണി അറിയാമെങ്കിൽ ഇപ്പം നല്ല സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആർട്ടിസ്റ്റാണ്, എനിക്ക് ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ഗ്രാഫിക് ആർട്ടിസ്റ്റ് ആണെങ്കിലേ പ്രയോജനമുള്ളൂ, അല്ലാതെ പടം വരച്ചാൽ പോരാ, പ്രിൻറ്റിങ് പ്രസ്സിലേക്കുള്ള ആർട്ട് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാനിന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ബഹറിൽ ഒരു പ്രസ്സിൽ പോയി അത് ട്രെയിനിങ് വർക്ക് ചെയ്തു. ഈ ഗ്രാഫിക് വർക്ക് എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ആർട്ട് വർക്കുകൾ ചെയ്യാൻ അത് ഇടയായി. അതേത് വർഷമായിരുന്നു? 1982-84 ഇടയിലുള്ളൊരു പീരീഡാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. അക്കാലത്ത് ഇതൊന്നും ഒരു ഫെമിലിയർ അല്ലാത്തൊരു വർക്കായിരുന്നു. അന്ന് ഈ കൊമേഴ്ഷ്യൽ ആർട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രിൻറ്റിങ്, പ്രത്യേകിച്ച് ഓഫ്സെറ്റ് പ്രിൻറ്റിങ് വരുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ ഒരു മെത്തേഡ്, കളർ സെപ്പറേഷൻസ്, അതൊക്കെ എങ്ങനെ ചെയ്യണം, അതിൻ്റെ സൈസ് വലുതാക്കണോ ചെറുതാക്കണോ, അതിനൊരു വിഷ്വൽ ആവശ്യമുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ DTP വർക്കിൻ്റെ ഒരു പ്രിലിമിനറി ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടി. DTP വർക്കിനേക്കാളും അഡ്വാൻസ്ഡ് ആയിരുന്നു. കാരണം സ്വന്തമായ ഗ്രാഫിക് വർക്കായിരുന്നു. ഈ DTP ആകുമ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡാണ് അതിൻ്റെ ആർട്ട് വർക്ക് വരുന്നത്. അപ്പോൾ അന്ന് കൈകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മറ്റാരുടെയും നമ്മുടെ മനസ്സിലുള്ള ഭാവങ്ങൾ പ്രിൻറ്റിങ് ഫീൽഡിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാമെന്നുള്ളത് അത് ട്രെയിനിങ്ങിൽ കൊണ്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. അങ്ങനെ ആ നിലയിൽ നല്ല കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വിദേശത്ത് കൂടാതെ ഇന്ത്യയിൽ ബോംബെയിൽ വലിയൊരു കമ്പനിയുടെ ആർട്ട് ഡയറക്ടറായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിൽ. എന്നാൽ പിന്നീട് കമ്പ്യൂട്ടർ എയ്ഡഡ് ആയതിനു ശേഷം എൻ്റെ ആ കഴിവുകൾക്ക് പരിമിതി വന്നു. കമ്പ്യൂട്ടർ എയ്ഡഡ് വന്നപ്പം ഞാനും അതുപോലെ കമ്പ്യൂട്ടർ എയ്ഡഡായിട്ട് പഠിച്ച് ആർട്ട് വർക്ക് ചെയ്യേണ്ട രീതിയിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഫാമിലിയായി, എനിക്ക് സാമ്പത്തികമായ അങ്ങനെ പഠിച്ചു ആദ്യം മുതൽ പോകാൻ പറ്റാതെ വന്നു. പിന്നെ അങ്ങനെ അങ്ങ് മാറുക ചെയ്തത്. ഞാൻ ഇപ്പോഴും എനിക്ക് വിഷ്വലുണ്ട്, പക്ഷേ അതൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാനത് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സെക്കുലർ ഫീൽഡിലല്ലാതെ നമ്മുടെ ഫീൽഡിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫീൽഡിൽ ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ലൈഫ് ഒരു മാഗസിൻ ബോംബെയിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കവർ പേജുകൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വവാണി അല്ലല്ലോ, നമ്മുടെ ഇവിടെ മഞ്ഞാടിയിലുള്ള ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, വിശ്വവാണിയായിരുന്നു. ഓക്കെ, പെട്ടെന്ന് ഓർമ്മ പോകും. അവർക്ക് ഞാൻ ചില ലീഫ്ലെറ്റ്സ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ സാധാരണ ആളുകൾക്കുള്ള പല ക്രിസ്ത്യൻ ബേസ്ഡായിട്ടുള്ള പല വർക്കുകൾ ചെയ്തു. കൂടാതെ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയ്ക്ക് എല്ലാ പെന്തക്കോസ് ലോകത്തിൻ്റെ ആദ്യത്തെ കലണ്ടർ എന്ന നിലയിൽ ഞാനാണ് തിരുവല്ലയിൽ നിന്നുകൊണ്ട് ഒരു വലിയ വാൾ കലണ്ടർ ഉണ്ടാക്കി ആരംഭം കുറിച്ചു, ഡിസൈൻ ചെയ്തു. അത് KC ജോൺ സാർ അത് പ്രിൻ്റ് ചെയ്തു. IPCയുടെ ജനറൽ കൺവെൻഷൻ അത് പബ്ലിഷ് ചെയ്ത് ഇന്ന് എല്ലാ പെന്തക്കോസുകാർക്കും അവരവരുടേതായ കലണ്ടറായി തീരാൻ അതൊരു കാരണമായി. എല്ലാ സഭയ്ക്കും പ്രത്യേകം കലണ്ടർ, അവരുടെ നെയിം ബോർഡ് വെച്ച കലണ്ടർ ഉണ്ട്. യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? പക്ഷേ പ്ലാനിങ്, ബുക്കിംഗ്, ഐറ്റിനറി ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഷൈല ഹോളിഡേയ്സിന്റെ ഗ്രൂപ്പ് ടൂർ പാക്കേജസ്.
ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, സൈറ്റ് സീയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പീരിയൻസ് ടൂർ മാനേജേഴ്സ് ഇവയെല്ലാം ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫ്രണ്ട്സ്, ഫാമിലി ഓർ ഫെലോ ട്രാവലേഴ്സിനൊപ്പം ഈ വേൾഡ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാം. Then why you waiting for? Book now your group tour packages with www.shailaholidays.com. ആദ്യത്തെ ആ കലണ്ടറിന്റെ കോപ്പി വല്ലതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കോപ്പി അന്നൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ കൊണ്ടു നടന്നു. ഞാൻ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ മാറി മാറി ഇങ്ങനെ യാത്ര ചെയ്തൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി കോപ്പീസ് എനിക്കങ്ങനെ ഇതുപോലെയുള്ള മറ്റു പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവാഞ്ചലിസ്റ്റും കൂടെ ആണല്ലേ? ഇവാഞ്ചലിസ്റ്റ്, അത് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു പാസ്റ്ററായിട്ട് പോകണമെന്ന് ഞങ്ങളുടെ വീട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ നീ ഒരു പാസ്റ്ററായ സാമ്പത്തികമായിട്ട് വളരെ തകർന്നു പോകും, അതുകൊണ്ട് മറ്റ് സെക്കുലർ ജോലിയാണ് നല്ലതെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഞാനും ആഗ്രഹിച്ചു. ഞാൻ ബൈബിൾ കോളേജിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തു, എന്നെ കോളേജിൽ വിളിച്ചു. പക്ഷേ എനിക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒത്തിരി കൺഫ്യൂഷനായി. എങ്ങനെ ഞാൻ ഒരു പാസ്റ്ററായാൽ, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള വാല്യൂ ഒന്നും അന്നില്ല. അന്ന് ഓരോ ഉണങ്ങിയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പ്രത്യേക പരുവത്തിൽ കയറി വരുന്ന ഒരു പാസ്റ്ററെ കണ്ടാൽ പോലും ഒരു സുഖം തോന്നുന്ന രീതിയിലല്ല. ഇതുപോലൊരു വൃത്തനായിട്ട് ഞാനും പോകണമല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിനോട് മനസ്സുകൊണ്ട് അകന്നുപോയി. എന്നാൽ സുവിശേഷം മറ്റുള്ളവരോട് പറയണമെന്നുള്ള ആ ത്വര എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. അച്ഛൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ്ത് ഭവനത്തിലാണോ? അല്ല, ഞാൻ യാക്കോബ വിഭാഗത്തിൽപ്പെട്ട സഭയിലാണ് ജനിച്ചു വളർന്നത്. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ പലരും അന്നേ പെന്തക്കോസ്തിലുണ്ടായിരുന്നു. നമ്മുടെ വാര്യാപുര ജോനാച്ചൻ്റെ വൈഫ് എൻ്റെ ഒരു മാവിയായിട്ട് വരും. അപ്പോൾ ആ നിലയിലുള്ള കുക്ക് സാഹിബിൻ്റെ കാലത്തെയുള്ള ബന്ധം ഞങ്ങളുടെ കുടുംബത്തിൽ ചിലർക്ക് ആ നിലയിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അന്നേ അവരുമായിട്ടുള്ള സഹകരണവും ബന്ധങ്ങളും ഒക്കെ പിന്നത്തേതിൽ ഞങ്ങൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് അത് കാരണമായി തീർന്നു. സ്വന്തം സ്ഥലം തുവയൂര? സ്വന്തം സ്ഥലം അടൂർ കടമ്പനാട്. തുവയൂർ ദൈവസഭയോട് ചേർന്നാണ് ഞങ്ങൾ സഭാ കാര്യങ്ങൾ കൊണ്ട് സഹകരിച്ചു പോരുന്നത്. ഓക്കെ. അതായത് മാതാപിതാക്കളെ കുറിച്ചും വിശ്വാസത്തിൽ വന്ന എൻ്റെ മാതാപിതാക്കൾ അവർ സാധാരണ ഗ്രാമീണ നിലയിൽ ജീവിച്ചു വന്നവരാണ്. എന്നാൽ എൻ്റെ പിതാവ് മദ്രാസ് ലിഗ്നൈറ്റ് കമ്പനിയിൽ, മദ്രാസ് എന്ന അന്ന് പറയുമെങ്കിലും തമിഴ്നാടിൻ്റെ ഏതോ ഒരു ഭാഗം, നെയ്വേലി കമ്പനിയിലെ ഒരു മെക്കാനിസ്റ്റായിട്ട് പുള്ളി ജോലി ചെയ്തതാണ്. പക്ഷേ അവിടെ ഈ മലയാളി തമിഴ് തങ്ങളിലുള്ള ഒരു ക്ലാഷ് നിമിത്തം എൻ്റെ പിതാവക്കും അതുപോലെ ചില ആളുകളും അവിടെ നാട് വിട്ട് തിരിച്ച് കേരളത്തിൽ വന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ 7 മക്കളുണ്ട്. 5 സഹോദരിമാർ എനിക്ക് മൂത്തതുണ്ട്. അതിന് ഇളയത് ഞാൻ, എനിക്കൊരു അനിയൻ. ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പിതാവിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടത് നിമിത്തം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. നാട്ടിൽ വന്ന് പല ബിസിനസ്സുകൾ ഫാദർ ചെയ്തു. അതിനൊന്നും വലിയ കഴിവില്ലായിരുന്നുകൊണ്ട് എല്ലാം പരാജയം. ഒരു കടം കഴിഞ്ഞ് പിന്നെ കടം, പിന്നെയും ബിസിനസ് ചെയ്യുന്നു, പിന്നെയും കടം. അങ്ങനെ തകർന്ന് തരിപ്പണമായ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ വീട്ടിലുണ്ടായി. ഒടുവിൽ എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനൊരു കാരണമായത്. ഞങ്ങളുടെ വീടിന് അകത്തൂടെ കയറി ഇറങ്ങിപ്പോയ ഒരു കൊച്ചമ്മയുണ്ടായിരുന്നു, ഒരു വിശ്വാസിയായ ഒരു കൊച്ചമ്മ. ആ കൊച്ചമ്മ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടെ ക്രോസ് ചെയ്ത് ഞങ്ങളുടെ വേറൊരു ബന്ധു വീട്ടിൽ, വിശ്വാസിയുടെ വീട്ടിൽ പോകാനായിട്ട് കയറി വരുമ്പം എൻ്റെ അമ്മ സുഖമില്ലാതെ അവിടെ കിടക്കും. അമ്മ അവിടെ കയറി അമ്മയെ അഴിക്കെ കണ്ടേച്ച് പറഞ്ഞ, അയ്യോ അമ്മച്ചി കൊച്ചമ്മ കിടക്കുവാന്നോ എന്ന് പറഞ്ഞ് ആ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദർ കയറി വരുന്നു. അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഞങ്ങളുടെ വീടിനൊരു പുതിയ ആരംഭം കുറിച്ചു. അങ്ങനെ ഞങ്ങൾ തൂവയൂർ ദൈവസഭയോട് ചേർന്ന് തുടർന്ന് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഇടയായി തീർന്നു. അതുവരെ ഏത് വിശ്വാസത്തിൽ നിന്ന്? യാക്കോബ സഭ, കടമ്പനാട് സെൻറ്റ് തോമസ് പള്ളിയുടെ ഒരു ആ വിശ്വാസമായിട്ട് ചേർന്നാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ട്. ഒരു പുരാതന കുടുംബമാണ്. വലിയ പേരുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ ഞങ്ങളുടെ ഫാദർ അവരോടൊന്നും ആശ്രയിക്കാൻ പോകുന്നൊരു സ്വഭാവമില്ലായിരുന്നു. എപ്പോഴും ഉള്ളതുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. എതിർപ്പുകൾ നേരിടേണ്ടി വന്നോ? എതിർപ്പുകളായിട്ടൊന്നുമില്ല, പക്ഷേ അവജ്ഞ, എന്താ പറയുക, പരിഹാസം. അവൻ അമേരിക്കയിലെ പണം നോക്കി പോയതാണ്, പെൺപിള്ളേരെ കെട്ടിക്കാനുണ്ടല്ലോ, അവൻ്റെ കടമൊക്കെ മാറി നന്നായി വരുന്നെങ്കിൽ വരട്ടെ എന്നൊരു നിലയിലാണ് ആളുകൾ പരിഹാസമായിട്ടും ഒക്കെ കണ്ടിരുന്നത്. അവർ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വാസം വന്നതിന് ശേഷം നമ്മുടെ സാമ്പത്തിക നിലയ്ക്കൊക്കെ മാറ്റം, സാമ്പത്തിക നിലയ്ക്ക് മാറ്റം അധികം വന്നില്ല. വരാൻ ചില കാരണങ്ങൾ തന്നെ ഞാൻ കണ്ടെത്തി. പിന്നത്തേതിൽ എന്തുകൊണ്ടാണ് അതങ്ങനെ സാധിക്കാതെ പോയത്? ഞങ്ങൾ ഈ മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ പൊതുവെയുള്ള ആളുകൾ, ഞങ്ങൾ മീശയൊന്നും വെക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പാവം ചമഞ്ഞ്
ഒക്കെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. സത്യസന്ധമായ രീതിയിൽ പെരുമാറുക, സമൂഹത്തിലാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും വളഞ്ഞ വഴികളോ വക്രതയോ ഞങ്ങളെ പഠിപ്പിച്ചില്ല. ഞങ്ങളുടെ മാതാപിതാക്കന്മാരൊന്നും ഞങ്ങളെ ആ നില ഉപയോഗിച്ചില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ യാഥാർത്ഥ്യബോധത്തോടെ സ്വന്തം ജീവിതത്തിന് അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയം പറഞ്ഞല്ലോ, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് അന്നത്തെ കാലത്ത് ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇല്ല. അതിന് പകരം KGCE എന്ന് പറയും, കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു 2 വർഷ കോഴ്സാണ്. അന്ന് ഗൾഫിലൊക്കെ പോകാൻ ആ കോഴ്സ് മതിയായിരുന്നു. ഞാനത് പഠിച്ച ആളാണ്. അപ്പോൾ അന്ന് ഗൾഫിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ എന്ന് എഴുതിയാൽ മാത്രമേ ഈ സെലക്ഷൻസ് കിട്ടൂ. പക്ഷേ എനിക്കാണെങ്കിൽ സത്യസന്ധതയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ KGCE എന്ന് എൻ്റെ ബയോഡേറ്റയ്ക്കകത്ത് എഴുതി കൊടുക്കുമ്പോൾ ആളുകൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പല പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അത് ഇച്ചിരി വളഞ്ഞ മാർഗത്തിൽ ചെയ്തതെങ്കിൽ ഡിപ്ലോമ ഇൻ KGCE എന്നൊക്കെ എഴുതി ചേർത്തൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനോ ഒരു ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യാനോ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഈ കാര്യങ്ങളെല്ലാം ദൈവം എന്നെ ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ പ്രോജക്റ്റ് മാനേജറായിട്ട് വരെയുള്ള ജോലി ഗൾഫ് രാജ്യങ്ങളിൽ ദൈവം എന്നെ ആ നിലയിൽ ഉപയോഗിച്ചു. അത് എൻ്റെ നോർമലായിട്ടും വീട്ടിൽ പെൺകുട്ടികളായിരുന്നല്ലോ അധികം, അതുകൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്താൽ സാമ്പത്തിക സ്ഥിതി അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വഴി നോക്കിയിരുന്നു. എന്നെ ആരും സഹായിച്ചില്ല. ഒരു ജോലി മേടിച്ചു തരാൻ പോലും ആരും സഹായിച്ചില്ല. ഞാൻ തന്നെത്താനെ നാട് വിട്ടാണ് പോയത്. എവിടെ നിന്നില്ലാതെ ഞാൻ ഒരുപാട് അലഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒടുവിൽ ബോംബെ വരുന്നത്. വീട്ടുകാരറിഞ്ഞു. ഞാനിങ്ങനെ കൂട്ടുകാരുടെ ഒരിക്കൽ പോകാമെന്ന് മാത്രമാണ് പറഞ്ഞത്. എനിക്ക് പോകാൻ പോലും ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. എന്നെ ഒരു ആത്മീയ ശുശ്രൂഷയുള്ള ഒരാൾ എന്നെ അക്കാര്യത്തിൽ കളിപ്പിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ജോലി മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി കളിപ്പിക്കുകയും ചെയ്തു. ആ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിദേശത്ത് കൊണ്ടുപോകാനാണോ? അല്ല, ബോംബെയിലല്ല, ഉത്തർപ്രദേശിൽ. പക്ഷേ അതൊന്നും നടന്നില്ല. അവിടെ ചെന്ന് എൻ്റെ പൈസയൊക്കെ പുള്ളി മേടിച്ചതല്ലാതെ അണ്ടിപ്പരിപ്പും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോയതെല്ലാം പുള്ളി മേടിച്ചെടുത്ത് വെച്ച് അവസാനം പുള്ളി കൈ ഒഴിഞ്ഞു. കാരണം അതിനൊരു കാരണം കൂടെ ഉണ്ടായി. അത് എല്ലാം പറയുന്നത് നമുക്ക് ശരിയല്ലെങ്കിലും അവരുടെ കുടുംബജീവിതത്തിലും ഞാൻ നിമിത്തം ഒരു വിഷയമായി. എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവരുന്നു. പുള്ളിക്ക് അവിടെ ഒരു സഭ സ്ഥാപിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയ ആളുകളെ കൊണ്ടുവരും. അതിൻ്റെ ബുദ്ധിമുട്ട് ആ ഭാര്യയും കൂടെ അനുഭവിക്കും. അപ്പോൾ അതൊക്കെ നിമിത്തം അവർക്കുണ്ടായ അഭിപ്രായ വ്യത്യാസം ഞാനൊരു കാരണമായി. ഒടുവിലത് പരാജയപ്പെട്ടു. ഞാൻ തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണോ തിരിച്ച് ബോംബെക്ക് പോകുന്നത്? അതെ, നാട്ടിൽ വന്ന ശേഷം എല്ലാവരും എന്നെ അവഹേളിച്ചു. ഒരു ജോലിക്ക് പോയ ആൾ താണ്ട വന്നേക്കുന്നു എന്നുള്ളൊരു നിലയിൽ എന്നെ കണ്ടു. സ്വന്തം വീട്ടിൽ പോലും എനിക്ക് ഒരു സന്തോഷമല്ല. എന്നെ കാണുമ്പോൾ അവർക്ക് ഒരു വലിയ വിഷമമാണ്. അത് സ്വാഭാവികമാണല്ലോ. ജോലി ഇല്ലാത്ത ഒരാൾ, പെൺകുട്ടികൾ കൂടുതലുള്ള വീട്, അവർ സ്വാഭാവികമായിട്ടും കുറച്ച് പണമൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുമല്ലോ മാതാപിതാക്കൾ. അതെ, അവരെ തെറ്റു പറയാൻ ഒക്കെയില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് നാട്ടിൽ നിൽക്കാനൊക്കാത്ത സാഹചര്യം വന്നു. എനിക്ക് മുടി വെട്ടണം, ഷേവ് ചെയ്യണം, പൈസ ആരുടെയൊക്കെ പോയി ചോദിക്കും. എൻ്റെ ഫാദറിന് അതിനുള്ള ഒരു കഴിവില്ല. മൂത്ത 2 സഹോദരിമാരെ ഞങ്ങൾ സമുദായത്തിലാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നില്ലായിരുന്നു. പക്ഷേ അവരെയും പാവപ്പെട്ട ഒരു വീട്ടിലാണ് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത്. അവർക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കാതെ വിഷമിച്ച പല സമയങ്ങളുണ്ട്. അവർക്ക് പ്രസവങ്ങൾ വരുന്നു, അവർക്ക് മറ്റു കാര്യങ്ങൾ വരുന്നു, കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തു തീർക്കാൻ കഴിയാതെ വരുന്നു. പിന്നെ ആരുടെയെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിയാലും നമുക്കത് പോരാ എന്ന് വരും. അങ്ങനെ ഇരിക്കെ ഞാൻ പഠിച്ച് എൻ്റെ 10ാം ക്ലാസ്സൊക്കെ പാസ്സായ ശേഷം എനിക്കെന്തെങ്കിലും ഒന്നുകൂടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കോളേജിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ അവസരങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊരു മാർഗ്ഗമില്ലാതെ അന്നത്തെ എൻ്റെ ആഗ്രഹം ആർട്ടിസ്റ്റ് കം ഫോട്ടോഗ്രാഫർ ആകണമെന്നുള്ളതായിരുന്നു. അന്നൊരു ക്യാമറ മേടിക്കാനോ അല്ലെങ്കിൽ അത് ട്രെയിൻ ചെയ്ത് പഠിക്കാനോങ്കിൽ ഒരു ക്യാമറ സ്വന്തമായിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. വേറെ ആളുടെ ക്യാമറ എനിക്ക് തരത്തില്ല പഠിക്കാനായിട്ട്. അതൊക്കെ ഞാൻ കെഞ്ചി നടന്നിട്ടുണ്ട് ആൾക്കാരോട്. വീട്ടിലൊക്കെ മുണ്ടുപട്ടിക്കകത്ത് വെച്ച് പൂട്ടി വെച്ചേക്കും. പൂപ്പൽ പിടിച്ച് പോയാലും അവരെ തരികയില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ എന്താ കാര്യം? അങ്ങനെ ആഗ്രഹം, ഡിസൈനിങ്, അങ്ങനെ ഒരു നമുക്കന്ന് ഒട്ടും ഫെമിലിയർ ഇല്ലാത്തൊരു രംഗം അത്. പക്ഷേ അതിന് കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ആർട്ടിസ്റ്റായിട്ടുള്ള കോമ്പറ്റീഷൻ എന്നെ ആളുകൾ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് എനിക്കൊരു ഡ്രോയിങ് ടീച്ചർ ആയിക്കൂടാ, അതിന് പരിശ്രമിച്ചാൽ പറ്റുമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ച് ഈ ഡ്രോയിങ് പേപ്പർ മേടിക്കാൻ പൈസ ഇല്ലാത്ത ഞാൻ വാവല ചപ്പിയിടുന്ന പറങ്കേണ്ടി ഈർത്തെടുത്ത് കളക്ട് ചെയ്തിട്ട് അത് വിറ്റ് അതിൻ്റെ പൈസ കൊണ്ട് കളർ ചായങ്ങൾ മേടിച്ച് ഡ്രോയിങ് പേപ്പർ മേടിച്ച അനുഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റ്
ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഞാനിങ്ങനെ വരച്ചു വെക്കുമ്പോൾ വീട്ടിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളുടെ വീട് സന്ദർശിച്ച് വരുമ്പോൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും. നിങ്ങളുടെ മോൻ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, കൊള്ളാമല്ലോ എന്ന് പറയും. ഞങ്ങളുടെ വീട്ടുകാർക്ക് തോന്നും അതേക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് അവരത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിലൊരു തുടിപ്പുണ്ട്, എനിക്ക് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് പോകാം. അങ്ങനെ ആ രംഗത്ത് ഒരു സൈഡ്, ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആളായിട്ട് ഞാനെങ്ങനെ നിൽക്കേ തന്നെ എനിക്ക് ഇതിനൊന്നും ഒരു മാർഗ്ഗമില്ല മുമ്പോട്ട് പോകാനായിട്ട്. അവസാനം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കൊല്ലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അന്ന് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ITI കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകാൻ വീട്ടിൽ നിന്ന് എന്നെ വിടാൻ ഒരു മാർഗ്ഗമില്ല. കാരണം സാമ്പത്തികമായിട്ട് അത്ര തകർന്നു. ഞങ്ങളുടെ ആൾക്കാരൊക്കെ സാമ്പത്തികമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പം ഒരു രാത്രി ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ മാർഗം? അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു പശു, കറവ പശു പ്രസവിക്കാറായി നിൽക്കുന്നു. അവർ കറവക്കാർ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അന്നേരം ഓർത്തു, എന്തുകൊണ്ട് എനിക്ക് ആ ജോലി ചെയ്തുകൂടാ? ഞാൻ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് പറഞ്ഞു, കൊച്ചമ്മേ ഒരു കാര്യം ചെയ്യാം, പശുവിനെ ഞാൻ കറക്കാം, അതിൻ്റെ ആ കറവക്കാരന് കൊടുക്കുന്ന കൂലി എനിക്ക് തന്നാൽ മതി. ആ പൈസ എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കൊല്ലത്ത് പോയി പഠിക്കാൻ ഒരു അവസരം കിട്ടും. അതേത് പ്രായത്തിലാണ്? അതെനിക്കൊരു 17-18 വയസ്സ് പ്രായം ഏകദേശം ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവരത് സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലെ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് പശുവിൻ്റെ കറവയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ശേഷം 6-6:30 ആകുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കൊല്ലത്ത് വരെ പോകണം, കടമ്പനാട്ടിൽ നിന്ന് കൊല്ലത്ത് വരെ പോകണം. ശാസ്താംകോട്ട വരെ ട്രെയിന് പോവും. ട്രെയിൻ കഴിഞ്ഞ് ശാസ്താംകോട്ട വരെ ബസ്സിന് പോവും. ശാസ്താംകോട്ട പിന്നെ ട്രെയിന്, സ്റ്റുഡൻസ് ഓൺലി ടിക്കറ്റിൽ ഞാൻ കൊല്ലത്ത് പോകും. ഒരു വർഷം പഠിത്തം കഴിഞ്ഞു, പശുവിൻ്റെ കറവ് തീർന്നു. പിന്നെ പഠിക്കാനായിട്ട് മാർഗമില്ല, ഫീസുമില്ല. പിന്നെ ഞാൻ മറ്റ് ബന്ധുക്കളായ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താക്കന്മാർ, മറ്റ് ചില ആളുകളുടെ സഹായമൊക്കെ മേടിച്ച് 2 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് തരത്തില്ല. പിന്നെ ഞാൻ നാട് വിട്ടുപോയി വേറെ പൈസ ഉണ്ടാക്കി കൂട്ടുകാർ വഴി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബന്ധപ്പെട്ട് അങ്ങനെയാണ് ബൈ പോസ്റ്റിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്വന്തം വീട്ടിലൊന്നും അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുന്നൊന്നും, എവിടെ പോകുന്നൊന്നും, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും വീട്ടുകാരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു അവയർനെസ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യകാല അനുഭവങ്ങൾ. അപ്പോൾ അതിനുള്ളിൽ 2 സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെ വിശ്വാസത്തിൽ വന്ന ശേഷമോ അവരുടെ കല്യാണം നടക്കുന്നത്. ഇച്ചിരുടെ ഗ്യാപ്പ് വന്നു. ദൈവം അനുഗ്രഹിച്ച നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ബന്ധം. ഞാൻ തന്നെ എൻ്റെ മൂത്ത സഹോദരിക്ക് വേണ്ടി ഒരു ആളിനെ കണ്ടെത്തി. ഒരു സുവിശേഷൻ വഴിയാണ് അത് കണ്ടെത്തിയത്. അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും മാറ്റിമറിക്കത്തക്ക നിലയിലുള്ള ഒരു ബന്ധം ആ നിലയിലുണ്ടായത്. നല്ല വിശ്വാസിയായ ഒരു മനുഷ്യൻ. പാസ്റ്റർ B. മോനച്ചൻ്റെ ഒരു സഹോദരൻ ആണ്. എൻ്റെ അളിയൻ്റെ പേര് തങ്കച്ചൻ. കായംകുളം ബദേൽ എന്നാളുടെ വീട്ടുപേര്. കായംകുളം IPCയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സുവിശേഷകനാണ് ഇപ്പോൾ. അന്ന് സുവിശേഷനായിരുന്നില്ല, പക്ഷേ സുവിശേഷ വലിയ തൽപ്പരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നിമിത്തം ഏറ്റവും മൂത്ത സഹോദരിയുടെ ഭർത്താവ് വിശ്വാസത്തിൽ വന്നു. രണ്ടാമത്തെ സഹോദരിയുടെ ഭർത്താവും പിന്നത്തേതിൽ വിശ്വാസത്തിൽ വന്നു. അവരെല്ലാ കുടുംബങ്ങളും അവരുടെ മക്കളൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിനെ അറിഞ്ഞ് അവർ ജീവിക്കാൻ തുടങ്ങിയത് നിമിത്തം. അങ്ങനെ ദൈവം അങ്ങനെ എല്ലാത്തിനും നിമിത്തമായത് മൂന്നാമത്തെ സഹോദരിയുടെ ഹസ്ബൻഡാണ്. അതെ, അതൊരു കാരണമായിട്ട് ഞങ്ങളത് കാണുന്നത്. പിന്നെ 4ാമത്തെ സഹോദരി, പിന്നെ 5ാമത്തെ സഹോദരി ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഡൈവറി കൊടുക്കാനായിട്ട് മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇത് അവർക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്തു. കാരണം എൻ്റെ ഫാദർ അപ്പോഴത്തേക്ക് മരിച്ചു പോയായിരുന്നു. ഞാൻ മൂത്ത മകൻ എന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു. അങ്ങനെ ഒരു അവസരം അങ്ങനെ ഉണ്ടായി. പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും മരണം, അവരുടെ വാർദ്ധക്യകാലം, ഈ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ ഞാൻ ബോംബെയിലെ ഒരു ജോലി കൊണ്ട് മാത്രം എനിക്ക് സേവിങ് ഒന്നും കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. 1 സെൻറ്റ് ഭൂമിയില്ല. ഞാൻ ഇങ്ങനൊരു എന്നാൽ എല്ലാ കാര്യത്തിനും ദൈവം എന്നെ സഹായിക്കുകയും എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങാതെ. ബോംബെയിൽ എത്ര വർഷം അച്ഛൻ ജോലി ചെയ്തു? ബോംബെയിൽ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പോവുകയും വരികയും ഗൾഫിലെ സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിലല്ലേ ജോലി ചെയ്തത്? 2 ജോലിയും ചെയ്തു. ആർട്ടിസ്റ്റായിട്ടുള്ള ജോലി ചെയ്തു. ആർട്ടിസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സാധാരണ ഈ ഗ്രാഫിക് ഈ പ്രസ്സുകാർക്കൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ചെറിയ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ടെലിഫോൺ ഡയറക്ടറുടെ വർക്ക് ചെയ്യാനായിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺട്രാക്റ്റ് തരും, നീ ചെയ്യാമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരു സിന്ധിയുടെ കമ്പനിയായിരുന്നു. അവരെന്നെ അങ്ങോട്ട് ഗൈഡ് ചെയ്തു. ഞാൻ അവിടെ ചെന്നു.
ഞാൻ അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ടെലിഫോൺ ഡയറക്ടറുടെ വർക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പറഞ്ഞ ശമ്പളമൊക്കെ തന്നു. അവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം തരുമായിരുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരാൾ പറഞ്ഞു, ഇന്നുപോലൊരു കമ്പനിയിൽ ഓരോ ആർട്ടിസ്റ്റിനെ അവർ തിരക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. എനിക്കവിടെ എന്താ ജോലി തരാൻ പോകുന്നതെന്നും എനിക്കറിയത്തില്ല, ആരെ പോയി കാണണമെന്ന് എനിക്കറിയത്തില്ല. സെക്യൂരിറ്റിയായിരിക്കും ചെന്ന് എന്നോട് ചോദിച്ചു, ഇവിടുത്തെ മാനേജരെ കാണുമെന്ന്. അപ്പോൾ ഒത്തിരി മാനേജർമാരുണ്ട്, നിനക്ക് ആരെ കാണുമെന്ന് ചോദിച്ചു. എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മലയാളി, ചുമ്മാ അങ്ങ് പറഞ്ഞു, ഒരു മലയാളി ഒരു മാനേജർ ഉണ്ടല്ലോ, പുള്ളിയെ കാണാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അറിയുമ്പോൾ അങ്ങ് പറയുക, കാരണം എന്ന് അകത്ത് കയറണമല്ലോ. അങ്ങനെ ആ സെക്യൂരിറ്റി എന്നെ അകത്ത് കയറ്റി വിട്ടു. അപ്പോൾ ചന്ദ്രനെ പോയി കണ്ടു. ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. പുള്ളി എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജരായിരുന്നു. പുള്ളിയുടെ അടുക്കൽ ചെന്ന് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നേച്ച് അകത്ത് പോയി ഡയറക്ടറിലേക്ക് ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റാണെന്നും പറഞ്ഞൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അത് ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. പുള്ളി അകത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒത്തിരി കാറ്റലോഗ്സും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെ ഏൽപ്പിക്കാൻ വേണ്ടി, അതിന് പറ്റിയ ഒരാളിനെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡയറക്ടറോട് സമ്മതിച്ചു. ശമ്പളമൊന്നും പറഞ്ഞൊന്നുമില്ല. ആദ്യം എൻ്റെ കഴിവ് അവിടെ ഉപയോഗപ്പെടണം, അവർക്ക് പ്രയോജനപ്പെടണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നു. എക്സ്പോർട്ടിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ, കാറ്റലോഗ് ബുക്സും പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ഫുൾ ടൈം വർക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. അതിനൊരു ഓഫീസ് തന്നു. അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ കാലത്ത് നമുക്ക് ഈ കൊടുക്കാൻ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക്, ഇപ്പോൾ പിള്ളേർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമല്ലോ, അതെ, അതുപോലെ കൊടുക്കാൻ നമ്മുടെ ഈ പ്രസൻറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നോ? അതിന് അവർ വിശ്വസിച്ച് അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചതുകൊണ്ട് ചില ഇടയ്ക്കൊക്കെ ചെയ്ത വർക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ സാമ്പിൾ വർക്കും പ്രിൻ്റഡ് എടുത്തതിൻ്റെയൊക്കെ അതൊക്കെ കാണിച്ചു. തന്നെയല്ലേ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉള്ള എബിലിറ്റി ആണല്ലോ അവർ നോക്കുന്നത്. ഓരോ ടെസ്റ്റ് വർക്ക് അവർ തരുമായിരുന്നു. ആദ്യം അവർക്കൊരു കാറ്റലോഗ് ഉണ്ടാക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡോസ് ആദ്യം തന്നു, ടെസ്റ്റ് വർക്കുകൾ തന്നു. അതൊക്കെ തന്നു. അതെല്ലാം ചെയ്തു, പ്രിൻറ്റിങ്ങും ചെയ്തു കൊടുത്തു. അപ്പോൾ അവർക്ക് കുറേ കൂടെ ഇതായി. പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയി അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഫൈനൽ പ്രൂഫ് കൊടുക്കുന്നു, അപ്രൂവ് ചെയ്തു എല്ലാം. പിന്നെ മാനേജിങ് ഡയറക്ടറുമായിട്ട് എല്ലാം ഡീലിങ്. അപ്പോൾ എപ്പം വെളിയിൽ പോകാനും വരാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളെല്ലാം കമ്പനി എനിക്ക് തന്നു. തന്നെയല്ല, ചില പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോഗ്രാഫറുടെ വെളിയിൽ പോയി ഫോട്ടോ എടുക്കണമെങ്കിൽ വലിയ ചിലവാണ്. കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫർമാർക്ക് ഭയങ്കര ചിലവാണ്. അപ്പം ഞാൻ എൻ്റെ കമ്പനിയുടെ MD പറഞ്ഞു, ഒരു ക്യാമറ തരാമെങ്കിൽ ഈ ഫോട്ടോ ഞാൻ തന്നെ എടുത്ത് പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. പഴയ ആഗ്രഹം കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോ അവർ ക്യാമറ തന്നു. അവർ വിദേശത്തൊന്നും കൊണ്ട് ക്യാമറ ഉണ്ടായിരുന്നു, നല്ല മൾട്ടി ക്യാമറ. അതുപയോഗിച്ച് ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കാറ്റലോഗിന് ഉപയോഗിച്ച അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനിക്ക് ഒരാൾ ഞാൻ വർത്തായിരുന്നു. 2 പ്രാവശ്യം റിസൈൻ ചെയ്തിട്ടും ഗൾഫിൽ പോകാൻ വേണ്ടിയാണ് പോയിട്ട് തിരിച്ച് ഞാൻ അവിടെ ജോലി ശരിയായില്ല, നല്ല ജോലിയല്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നപ്പോൾ തിരിച്ച് ഈ കമ്പനിക്കാർ എന്നെ തിരിച്ച് വീണ്ടും വിളിച്ച് 2 പ്രാവശ്യം. എത്ര വർഷം അവിടെ ജോലി ചെയ്തു? 6-7 വർഷം, 7 വർഷത്തോളം ഞാൻ ആ കമ്പനിയിൽ. നല്ല സാലറി തരുമായിരുന്നു അന്നത്തെ കാലത്ത്. എനിക്ക് നല്ല സാലറി കിട്ടുമായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ ജോലി ചെയ്തു അവരുടെ. അപ്പോൾ ആ സമയത്ത് ബോംബെയിൽ അന്ന് മഹാരാഷ്ട്ര ഗവർണർ ഒരു തമിഴനായ ഒരാളെ പേര് ഞാൻ മറന്നുപോയി, ഏണ്ടൂർ സുബ്രഹ്മണ്യം കണ്ട. പുള്ളിയോട് എൻ്റെ കമ്പനിയുടെ MDക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കണമായിരുന്നു ഗവർണറുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫറായിട്ട് എന്നെയാണ് കൊണ്ടുപോയത്. ഗവർണറുടെ വീട്ടിൽ പോയി അവരുടെ അദ്ദേഹം താമസിക്കുന്ന സ്ഥാപനത്തിൽ ചെന്ന് ഇതൊക്കെ ഉണ്ടല്ലോ, അവർ തങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുക. അന്ന് വീഡിയോ ഒന്നും അങ്ങനെ അനുവദിക്കുകയില്ല. ഫോട്ടോ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ചാണല്ലോ നല്ലൊരു ക്യാമറ, ആ നിലയിലൊക്കെ ഫോട്ടോഗ്രാഫി. നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് അതൊക്കെ കിട്ടിയപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ ഒരു എന്തുവായിരുന്നു, ഫീൽ എന്തുവായിരുന്നു? ദൈവം, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ദൈവം എന്നോടുകൂടെ ഇരുന്ന് എനിക്ക് ഒന്നുമില്ല ഒരു എക്സ്പീരിയൻസ്. അത് എനിക്ക് പറയാനുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ നല്ല ദൈവവിശ്വാസിയായിരുന്നു. കാരണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന, അതായത് ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യണം, ഫോട്ടോഗ്രാഫി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? വാസ്തവം പറഞ്ഞാൽ ചെറുപ്പകാലം മുതൽ എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ അനുഭവങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയ അനുഭവങ്ങളുണ്ട്. ഒന്നാമത് എൻ്റെ ഫാദറിൻ്റെ ചേഞ്ചസ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. രണ്ടാമത് 1-2 അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഈ ഓല മേഞ്ഞ ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഭയങ്കര കൊടുങ്കാറ്റ് വന്നു, വലിയ പേമാരി.
ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ നനഞ്ഞു പോകത്തക്ക നിലയിൽ ഈ ഓല അടിച്ച് പറിക്കുക. അപ്പം ഞങ്ങളൊരു 3-4 പേര് ഈ ഉത്തരത്തെ ഞാന്ന് കിടക്കാന്ന് പറയും വെയിറ്റിന് വേണ്ടിയിട്ട്. ഞാനും എൻ്റെ പെങ്ങന്മാരും എൻ്റെ അമ്മയും എൻ്റെ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കർത്താവേ സ്തോത്രം ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആ വെയിറ്റിന് വേണ്ടിയിട്ട് കാറ്റടിച്ച് പൊങ്ങിപ്പോകാതെ വെയിറ്റിന് വേണ്ടി ഞാന്ന് കിടന്ന ഒരു അനുഭവം ഓർക്കുന്നു. അന്നൊക്കെ കണ്ണിന് കരച്ചിലെന്ന് പറഞ്ഞാൽ ആ കാര്യം എനിക്ക് ഓർക്കാം. ദൈവാത്ഭുതമാണ് ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ സഹായിച്ചു. ആ സഹായം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വലിയ കെട്ടിടം അവിടെ ഉണ്ടായി വന്നെന്നുള്ള അർത്ഥത്തിലല്ല. ആ ഓരോ കാര്യങ്ങളെ അതിജീവിക്കാനുള്ള ദൈവകൃപ അതെല്ലാം ദോഷമായിട്ട് തീരാതെ എല്ലാം നന്മയ്ക്കായി തീർത്തു. ആ സംഭവമൊക്കെ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കാരണം വിശ്വാസത്തിൽ ഉറയ്ക്കാൻ അതൊക്കെ കാരണമായി തീർന്നു. ഈ എൻ്റെ ഫാദർ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങളെ വളർത്തിയെടുക്കാനായിട്ട്. പിന്നെ ഞാൻ അവർക്ക് എന്ത് പകരം കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ നാളെ ആരായിത്തീരും, അവരെ ഫാദറിന് അത് ഞങ്ങളുടെ നന്മ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞില്ല. അതിനുമ്പേ അദ്ദേഹം മാറിപ്പോയി. എന്നാൽ അമ്മയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ ഭാഗ്യം കിട്ടി. ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ നന്നായി വരുന്നതും ഞങ്ങൾ വിവാഹം കഴിക്കുന്നതും ഞങ്ങൾ മക്കളായതും. ഞാൻ കോട്ടയത്ത് വന്നു. വലിയ വീടൊന്നും അല്ല, ഒരു ചെറിയ വീടാണെങ്കിലും ഞങ്ങൾ താമസിച്ചു. അമ്മയെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചു. അമ്മ അവിടെ കടന്ന് മരിച്ചു. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചിലവും കാര്യങ്ങളും ഒക്കെ വഹിക്കാനായിട്ട് ദൈവം കൃപ തന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല. വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി നന്നാക്കാൻ വേണ്ടി ഒരു സെക്കുലർ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ആ സമയത്ത് ഈ സുവിശേഷ വേല ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇവാഞ്ചലിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു പാസ്റ്റർ ലെവലുള്ള ചിന്ത എനിക്ക് നേരത്തെ, ഞാൻ അതിനെതിരായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആളുകളുടെ കൈ നീട്ടും, സാമ്പത്തികം ചോദിക്കും. ഈ നമുക്ക് എൻ്റെ വീട്ടിൽ തന്നെ പാസ്റ്റർമാർ വരുമ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാനില്ലാതെ ഞങ്ങൾ വിഷമിച്ച സമയമുണ്ട്. ഈ വളരെ പാടുപെട്ടായിരിക്കും ഒരു പാസ്റ്റർ വന്നേച്ച് പോകുമ്പോൾ വിഷമം ഉണ്ടാവും. ചിലപ്പോൾ സന്തോഷത്തോടെ ആയിരിക്കില്ല കൊടുക്കുന്നത്, മനഃപൂർവ്വമല്ല, നമ്മുടെ ഇല്ലായ്മ കൊണ്ട്. അതുപോലൊരു അവസ്ഥ എനിക്ക് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒരു അനുഗ്രഹം എന്നുള്ളത് അന്ന് മനസ്സിൽ വരുന്ന എല്ലാം ഭൗതികമായ നന്മയായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ആത്മീയമായ വെളിച്ചം എനിക്ക് കിട്ടിയ ശേഷം ഞാൻ ആ ചിന്ത എൻ്റെ നിന്ന് മാറിപ്പോയി. ഭൗതികമായി ഒന്നുമില്ലെങ്കിലും എനിക്ക് കർത്താവിന് പ്രസാദകരമായി ജീവിക്കണം, ദൈവത്തിന് ഇഷ്ടം ചെയ്യണം, നിത്യതയിൽ അതിൻ്റെ പ്രതിഫലമെല്ലാം ഈ പലിശ കൂട്ടി കിട്ടുമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് ലഭിക്കാതെ പോയതൊന്നും നഷ്ടമേ അല്ല, അതേക്കുറിച്ചൊരു ദുഃഖവുമില്ല. ആർക്കെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ കഴിയാതെ പോകരുത്. ആർക്കെങ്കിലും സഹായിക്കാൻ ഒരവസരം കിട്ടിയാൽ അത് ലാഭമായിട്ട് മാത്രം വിചാരിച്ചാൽ മതി, അതൊരിക്കലും ഒരു നഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് ഈ സുവിശേഷ വേലയിൽ ആളുകളോട് ഒന്ന് കൈ നീട്ടാനായിട്ട് വലിയ പ്രയാസം. ഒരു മരണ ശുശ്രൂഷയോ അല്ലെങ്കിൽ ഒരു കല്യാണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഒരു ഡ്രസ്സും ഒക്കെ ധരിച്ച് അവിടെ കൂടെ പോയി നിൽക്കണം എന്ന് അവരാഗ്രഹിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു കസേരയൊക്കെ തന്ന് ഇവിടെ ഇരിക്കുക, ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ആഗ്രഹിക്കും. ഞാൻ കഴിയുമെങ്കിലും ഒരു കളർ ഉടുപ്പോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഷർട്ടോ ഒക്കെ ഇട്ട് ഇവരുടെ ഇടയിൽ അവരെ പോലെ ഒരിക്കലും ആകാൻ എനിക്ക് ഇടയാകരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കഴിയുമെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം, വലിയ പൈസയൊന്നും ഇല്ലെങ്കിൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു മനസ്സിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഇല്ലായ്മയിൽ ഞാൻ മറ്റുള്ള ദാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ദാനങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഞാൻ തലയും ചൊറിഞ്ഞ് നിൽക്കാറില്ല. കാരണം എനിക്കത് പറ്റുകയില്ല, എന്നെ കൊണ്ടത് പറ്റുകയില്ല. അങ്ങനെയുള്ള ഒരു ബോംബെയിൽ നിന്ന് നേരെ വിദേശത്തേക്ക് പോകുമായിരുന്നല്ലേ? ബോംബെയിൽ നിന്ന് വിദേശത്ത് പോയായിരുന്നു. അതായത് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പോകുന്നത് ബഹ്റിനിലാണ്. ബഹ്റിനിലെ ഞാൻ റോഡ് കൺസ്ട്രക്ഷൻ വർക്കിൽ ഒരു റോഡ് ടാറിങ്ങ മെയിനായിട്ടുള്ള. ആദ്യമായിട്ട് ബോംബെയിൽ പോയി ഡിസൈനിങ് വർക്കാണ് ചെയ്തത്? അല്ല, കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്തത്. ബഹ്റിനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഈ ഗ്രാഫിക് ആർട്ടിസ്റ്റ് ആകുന്നത്. ഓക്കെ. ബഹ്റിനിൽ പോയി കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ കമ്പനിക്ക് പ്രോബ്ലം ഉണ്ടായി. കമ്പനിയും ഗവൺമെൻറ്റുമായിട്ടൊരു ക്ലാഷ് ഉണ്ടായിട്ട് ഞങ്ങളുടെ ജോലികളെല്ലാം നഷ്ടപ്പെട്ടു. മറ്റൊരു ജോലി അന്വേഷിച്ചാൽ അവർ വിസ തരാമെന്ന് ആ കമ്പനി പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു പൈസ കൊടുത്ത് പിരിച്ചുവിടാൻ അവർക്ക് മാർഗ്ഗമില്ലാത്തതുകൊണ്ട്
ഇവിടെ തന്നെ മാറി പോകുന്നവർ പോകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് മറ്റൊരു കമ്പനിയിൽ ഒരു ജോലി കിട്ടാതെ വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലി, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, പണം ചിലവാക്കിയാണ് പോയത്, കിട്ടട്ടെന്ന് ആഗ്രഹിച്ച് കടയിലെ തുണി പോലും മുറിച്ച് കൊടുക്കാൻ ഒരു ജോലിക്കാരനായിട്ട് ബില്ലിംഗ് ആയിരുന്നു. ഞാൻ ട്രെയിൻ ചെയ്യുകയും ചെയ്തു, ഞാൻ അത് പഠിക്കുകയും ചെയ്തു. അവിടെ നിന്നിട്ട് വിശ്വാസികളായ പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള സഹകരണവും സൗഹാർദ്ദവും ഒക്കെ ഇങ്ങനെ നിലനിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയായ ഒരു ദൈവദാസൻ ഒരു പ്രസ്സിലെ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. പുറവന്തൂർക്കാരനായ അദ്ദേഹം നാട്ടിലൊരു സ്കൂൾ ഡ്രോയിങ് ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, ഡ്രോയിങ് വരയ്ക്കാനൊക്കെ പരിചയമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗൾഫിൽ വേക്കൻസി ഉള്ളത് ഇങ്ങനെയുള്ള ഫീൽഡിലാണ്. അതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പടം വരയ്ക്കുന്ന ആളാണ്, എനിക്കതിന് കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിന് പ്രസ്സിൽ കൊണ്ടിരുത്തി ആദ്യമായിട്ട് ഇനിഷ്യലായിട്ട് ഇങ്ങനെ വരച്ചാൽ, ഇങ്ങനെ ചെയ്താൽ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ തുടക്കം കുറിച്ചു. അവിടെ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ ആർട്ടിസ്റ്റായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ബഹറിനിൽ ഒരു ജോലി അന്വേഷിച്ച് പോയതല്ലേ, പലയിടത്തും കയറി ഇറങ്ങാം. ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ ചെയ്യുന്ന അവിടെ ഫിലിപ്പീൻസും ഇംഗ്ലീഷുകാരും ഒക്കെ അവിടുത്തെ വലിയ ആർട്ടിസ്റ്റായിട്ട് ടൈ ഒക്കെ കിട്ടി വലിയ കുബേരന്മാരായിട്ട് ജോലി ചെയ്യുക. കാരണം ആർട്ടിസ്റ്റുകളെ കൊണ്ട് ആ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് നല്ല വാല്യൂ. ഞാൻ പറഞ്ഞു, ഇതുപോലെ വർക്ക് ഞാൻ ചെയ്യാം. ഒരു ഇന്ത്യക്കാരനായിരുന്നു എൻ്റെ മാനേജറായിട്ടിരിക്കുന്ന ആൾ. അപ്പോൾ ആ ഉള്ളി ഇംഗ്ലീഷേ സംസാരിക്കുകയുള്ളൂ. എനിക്ക് അത്ര വലിയ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്ത് എനിക്ക് എന്നെ ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ കുഴപ്പമില്ല, ഞാനെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇട്ടുകൊണ്ട് ചെന്ന ഡ്രസ്സ് പോലും അവർക്ക് പിടിക്കുന്നില്ല. കാരണം കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്ത ഒരാൾ റോഡിൽ നിന്ന് കയറി വരുന്ന പോലെ ചെല്ലുക, അതൊന്നും അവിടെ പറ്റുകയില്ല. പുള്ളി പറഞ്ഞു, ഇതൊരു ഇംഗ്ലീഷ് കമ്പനിയാണ്, നിങ്ങൾക്ക് ജോലി അറിയാമായിരിക്കും, അവർ പക്ഷേ ചെയ്യുമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കൂടെ ഒഫീഷ്യലായിട്ട് വരണം. അത് ചെയ്യാൻ കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വർക്ക് അറ്റ്ലീസ്റ്റ് ഞാനത് ചെയ്തു തരാം, ഞാൻ ഇന്ന പ്രസ്സിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, എല്ലാം പറഞ്ഞു നോക്കുകയില്ല, ഞങ്ങൾക്ക് ട്രെയിനിങ് തരാൻ സമയമില്ല, ഞങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്കുകളാണ്, വലിയ ഫാൽക്കൺ പബ്ലിഷിംഗ് കമ്പനിയാണ്, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്വം ചെയ്യണം. അത് എനിക്ക് ഭയങ്കര നിരാശയായി, ഭയങ്കര ശമ്പളമാണ് കൊടുക്കുന്നത്. ആ ഒരു ബന്ധത്തിൽ തിരിച്ച് ഞാൻ പിന്നെയും ബോംബെ വരിക ചെയ്ത്. പിന്നെ അവിടെ നിന്നില്ല. ബോംബെ വന്നപ്പോൾ എന്തുകൊണ്ട് ഈ ഫീൽഡിൽ ഞാൻ ബോംബെ ജോലി ചെയ്തുകൂടാന്ന് അന്വേഷിച്ചു. അങ്ങനെ കറങ്ങി ഓരോ പ്രസ്സിലും ഓരോരുത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ എനിക്ക് ഗൾഫിൽ പോകാനായിട്ട് ഒരു വഴി നോക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് വെറുതെ കിട്ടുന്ന സമയങ്ങൾ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ആളുകളൊക്കെ എന്നെ സമീപിച്ചു. അങ്ങനെ ജോലിയെക്കുറിച്ച് ഈ ഫീൽഡിൽ ജോലിയെക്കുറിച്ച് ആഗ്രഹിച്ച് ഇരിക്കുക, പക്ഷേ ഒന്നും കൊണ്ട് ഒത്തു വരുന്നില്ല. അങ്ങനെ ഇന്നൊരു ദിവസം എൻ്റെ അനിയനെ ബോംബെ കൊണ്ടുവരുന്നു. എൻ്റെ അനിയനും പടം വരയ്ക്കും. ഈ സുവിശേഷകരായിട്ട് അദ്ദേഹം ഇപ്പം കറ്റാണത്ത് താമസിച്ചും കൊണ്ട് കർത്താവിന് വേല ചെയ്യുന്നുണ്ട്. അദ്ദേഹവും പടം വരയ്ക്കും. ഞാൻ അദ്ദേഹത്തെ ഒരു ജോലിയാക്കി വെച്ച് എനിക്ക് ഇനിയും ഗൾഫിൽ പോകണമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ ആഹാരത്തിന് വകയില്ല. എൻ്റെ അനിയനുണ്ട്, ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്. വൈഫ് പ്രഗ്നൻ്റാണ് ബോംബെയിൽ. ഞാനങ്ങ് വെളിയിൽ പോകാനായിട്ട് ഇരിക്കുക. സാമ്പത്തികമായിട്ട് തകർന്നു, ഒരു മനുഷ്യൻ സഹായത്തിനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനിയനെ എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വേറെ ചിലരോടൊക്കെ പറഞ്ഞു വെക്കുമായിരുന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് അന്ന് വൈകിട്ട് കഴിക്കാൻ ആഹാരമില്ല. അനിയനുണ്ട്, ഗർഭിണിയായ എൻ്റെ വൈഫുണ്ട്, ഞാനുണ്ട്. എൻ്റെ ഫാദറിലും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിൽ ലീവിന് പോയിരിക്കും. ഉണ്ടെങ്കിൽ പുള്ളി കാര്യങ്ങളങ്ങ് നടത്തിക്കൂട്ടും. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ ഗൾഫിൽ നാളെ പോകാൻ പറയുമ്പോൾ അതങ്ങ് നീണ്ടു പോവാം. ഡെയിലി ഒരു മാർഗ്ഗവുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ സന്ധ്യാസമയമായപ്പോൾ 2 പേര് VIP ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. ആരോ പറഞ്ഞു വിട്ടു, ഇന്നടത്ത് എന്നാൽ പടം വരയ്ക്കുന്ന ആളുകളുണ്ടോ, ചെയ്തു വരും പറഞ്ഞു. ഞാൻ അന്നേരം ബോംബെയിലൊരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ താമസിക്കുക. എൻ്റെ അമ്മായിപ്പൻ്റെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് വാടക കൊടുക്കാൻ താമസിക്കുക. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, നിങ്ങൾ പടം വരയ്ക്കുമോ? ഞാൻ പറഞ്ഞു, നമുക്ക് പടം വരയ്ക്കും. എൻ്റെ അനിയന് വേണ്ടിയായി പറയുന്നത്. അപ്പോൾ നാളെ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് 2-3 പടം വേണം, ഞങ്ങൾക്ക് ഇൻഡസ്ട്രി ഡയറക്ടറിൽ കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അവർ കാണിച്ചു. ശരി, വരച്ചു തരാം. അപ്പോൾ നാളെ ഈ പടം വരയ്ക്കാനുള്ള സാധനം മേടിക്കാൻ പോലും പൈസയില്ല, ആഹാരത്തിന് പൈസയില്ല, വരച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ഓർത്തു, ആരോടെങ്കിലും പോയി പൈസ മേടിച്ച് ഡ്രോയിങ് പേപ്പറും ഒക്കെ മേടിച്ച് കളറും ഒക്കെ മേടിച്ച് ഇത് ചെയ്ത് കൊടുക്കാമെന്ന് മനസ്സിലാക്കി വിചാരിച്ചു. ഈ പോയ ആളുകൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നു ചോദിച്ചു, നിങ്ങൾക്ക് സാധനമൊക്കെ മേടിക്കുന്നില്ല, പൈസ കൈ കാണുന്നില്ല അല്ലേ? എടുത്ത് 300 രൂപ, അത് 300 രൂപയ്ക്ക് വിലയുണ്ട്, 300 രൂപ എടുത്ത് വെച്ച് പറഞ്ഞു, ബാക്കി ഇത് ചെയ്ത് ഇപ്പോൾ തരാം. അപ്പം ഞാൻ അന്നേരം ഓർത്ത്, ഈ ബാക്കി ഇനിയും തരാൻ അവരുടെ മനസ്സിലുണ്ടല്ലോ. 300 രൂപ എനിക്ക് അത് വലിയ തുകയാണ്.
അപ്പോൾ പടം വരച്ചാൽ, ഇങ്ങനെയുള്ള പടങ്ങൾ വരച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും ഇൻഡസ്ട്രിയിൽ വേണ്ടി പിറ്റേന്ന് സമയമായപ്പോൾ അവർ വന്നു, പടമൊക്കെ വരച്ചു. 2-3 പടങ്ങൾ വരയ്ക്കണം, എല്ലാം വരച്ച് റെഡിയാക്കി ഞാനും അനിയനോട് ശരിയായി കൊടുത്തു. പിന്നെ ഒരു 500 രൂപയുടെ ഇങ്ങോട്ട് തന്നു. അപ്പോൾ അന്നാണ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ അതിനോട് വലിയ കമ്പം മനസ്സിൽ പുലർത്തിയെങ്കിലും പിന്നീട് വീണ്ടും ഞാൻ ഗൾഫിൽ പോകാൻ, ആ ഫീൽഡിൽ തന്നെ പോകണ എന്നുള്ള ആഗ്രഹത്തിലിരുന്നു. പക്ഷേ എനിക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. സിവിൽ എഞ്ചിനീയർ പഠിച്ച ആളാണെന്ന് ഞാൻ ബയോഡേറ്റ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുകയില്ല. കാരണം അവിടെ സമയത്ത് ഞാൻ ഡിപ്ലോമ ഡിസൈനിങ് വർക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റും കാണിക്കാനില്ല, നമുക്ക് ഒന്നുമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളും വിഷമങ്ങളും അല്ലെ കള്ളത്തരത്തിലൊക്കെ ബോംബെയിലാണെങ്കിൽ കള്ളത്തരത്തിലൊക്കെ ഉണ്ടാക്കാവുന്നുള്ളതേ ഉള്ളൂ. അന്ന് കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, മനസ്സിലായി. പക്ഷേ ഈ അതിനെയൊക്കെ മുമ്പിൽ നമുക്ക് സത്യസന്ധമായ രീതിയിൽ പറഞ്ഞു നിൽക്കാൻ പോലും അറിയത്തില്ല. ഒരു എങ്ങനെ ഈ വളഞ്ഞ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ, അത് സത്യസന്ധമായ വഴികൾ മാത്രം ആഗ്രഹിച്ചു. അങ്ങനെ ഒത്തിരി എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് ഇപ്പം KGC ഡിപ്ലോമ ഇൻ KGC എന്നും പറഞ്ഞൊക്കെ എഴുതിയിരുന്നെങ്കിൽ അതിനൊരു വിശദീകരണം ചോദിച്ചാൽ പറയാമായിരുന്നു. ബയോഡേറ്റ കൊണ്ട് മാത്രം തീരുമാനിക്കാതെ അതിനൊരു വിശദീകരണം എന്താ, വാട്ട് യു ആർ മീനിങ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതൊന്നും അന്ന് കഴിഞ്ഞില്ല. പക്ഷേ ദൈവം ഈ കാര്യത്തിലെല്ലാം വിശ്വസ്തനായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അർഹിക്കാത്ത കാര്യങ്ങളിൽ ദൈവം എന്നെ മുന്നോട്ട് നടത്തി. അവിടുന്ന് പിന്നെയും ഗൾഫിലേക്ക് തന്നെ പോയോ? പിന്നെയും ഗൾഫിൽ തന്നെ പോയി. ഇതിനിടയ്ക്കായിരുന്നു മാരേജ്? ഇടയ്ക്ക് നേരത്തെ തന്നെ, അതായത് ബഹ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാരി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബഹ്റിന് പോകുന്നത്. ഞാൻ ബഹ്റിന് പോയ ശേഷമാണ് മൂത്ത മോനുണ്ടാകുന്നത്. ബോംബെയിലെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ബോംബെയിലെ ജീവിതം, ബോംബെയിലും എനിക്ക് ജോലിയില്ലാതെ കുറേ നാൾ വലഞ്ഞു. ഒന്നത് ഭാഷയുടെ പ്രശ്നം, രണ്ടാമത് എനിക്കൊരാളൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു ജോലി ആക്കി തരാമെന്ന് പറഞ്ഞത് അത് റൂറൽ ഏരിയയിലെ ഡാം സൈറ്റിലൊക്കെ പോകണം. അവർ കാട്ടുകളായ, അതായത് ഭാഷ അറിയാൻ വയ്യാത്ത ഒരു ദേശത്ത് ഗ്രാമീണരായ മറാഠി സംസാരിക്കുന്നവരുടെ ഇടയിൽ പോയി അവരുടെ ഇടയിൽ പോയി വേണം ഞാൻ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കണം. ചിലപ്പോൾ അപകടകരമായ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ബലം വെച്ച് ജോലി ചെയ്യിക്കാൻ നിർബന്ധിതമാകുക, അല്ലെങ്കിൽ ഹാജർ കൊടുക്കാതിരിക്കുക. ഭാഷ അറിയാൻ മേലാത്തത് വലിയ പ്രശ്നം തന്നെയായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായ കൂട്ടായ്മകൾ കിട്ടത്തില്ല, നമ്മുടെ ജീവിതം മുന്നോട്ട് പോവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒരു ജോലിക്ക് വേണ്ട, വെളിയിലൊന്ന് പോകണമെന്ന് വെച്ചാൽ തന്നെ ബോംബെ തന്നെ നിന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ചിന്തകൾ വെച്ചിട്ട് ബോംബെ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്ക് താമസിക്കുന്ന റെയിൽവേ ക്വാർട്ടേഴ്സിൽ റെയിൽവേയുടെ ചെക്കിങ് വന്നു. പുറത്തുള്ളവർ അന്ന് താമസിക്കാൻ പാടില്ല, ചെക്കിങ് വന്നപ്പം മാറിപ്പോകണം, എവിടെ ഒരു വഴിയില്ല. അന്ന് എവിടെയെങ്കിലും ഒരു 2-3 ദിവസം മാറി നിന്നായിരുന്നെങ്കിൽ പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ വന്ന് താമസിക്കാമായിരുന്നു. അങ്ങനെ ഇരിക്കെ താമസ സൗകര്യം അന്വേഷിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ ബോംബെയുടെ ഏതോ ഒരു കോണിൽ ഇങ്ങനെ ഉണ്ടെന്നും അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗം അന്വേഷിച്ച് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ വാഴൂർ ജോർജ് കുട്ടി നടത്തുന്ന സഭയിലാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ചെല്ലുന്നത്. അതേത് സ്ഥലം ഏതായിരുന്നു? ബോംബെയിൽ എവിടെയായിരുന്നു? ബോംബെയിൽ വില്ലേപ്പാർലെ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കാര്യം നടക്കുന്നത്. എൻ്റെ ഒരു അപ്പാപ്പൻ്റെ മകള് അന്ന് നാനാവതി ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു. അപ്പം ഒന്ന് ബന്ധപ്പെടാനോ ഒരു കാര്യം പറയാനോ അന്ന് ഇതുപോലെ മൊബൈൽ സൗകര്യങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും പോയി 50 പൈസയുടെ ഒരു കോയിനിട്ട് പബ്ലിക് ഫോണിൽ വിളിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എനിവേ വാഴയൂർ ജോർജ് കുട്ടിയുടെ സഭയിൽ അന്ന് ഞാൻ ചെല്ലുന്നു. എൻ്റെ കൂട്ടുകാരൻ, അന്ന് ഞങ്ങളുടെ നാട്ടുകാരനായ കൂട്ടുകാരൻ അവിടെ അന്ന് വൈകിട്ട് പകൽ ജോലി കഴിഞ്ഞ് ഞായറാഴ്ച രാത്രിയിൽ ഉള്ള സന്ധ്യയ്ക്കുള്ള മീറ്റിങ്ങിനാണ് അവിടെ കൂടി വരുന്നത്. അവിടെ വന്നപ്പം പുതുതായിട്ടൊരു ദൈവദാസൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് തൻ്റെ സാക്ഷ്യങ്ങൾ പറയും, വചനം ശുശ്രൂഷിക്കുന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് ബോംബെയിൽ കിട്ടുന്നു. ഞാനവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ വാക്കുകളും വാക്യങ്ങളും ഒക്കെ വെച്ച് ആളുകൾ അങ്ങ് അന്യഭാഷയിൽ സംസാരിക്കുന്നു. വലിയൊരു ആദ്യത്തെ എക്സ്പീരിയൻസ്. അതിനു മുമ്പ് അവിടെ ഇവിടെയൊക്കെ പോവുമെങ്കിലും ഇതുപോലെ സാക്ഷ്യമൊക്കെ പറയും. പരസ്യങ്ങൾ നടത്തുമായിരുന്നോ? ബോംബെയിലൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല. നാട്ടിലെ പരസ്യങ്ങളൊക്കെ ഞാൻ സംബന്ധിക്കുകയും അതിന് മുന്നോടിയായിട്ട് മുന്നേ നിൽക്കുകയും പല സ്ഥലങ്ങളിലും നാട്ടിൽ ഞാൻ പരസ്യങ്ങൾ നടത്തിയിട്ട് സെക്കുലർ ഫീൽഡ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഒരു സുവിശേഷ താല്പര്യം മനസ്സിലായി. അത് ഉള്ളിൽ അത് മാത്രമേ ഉള്ളായിരുന്നു. അവസരം കിട്ടിയാൽ എവിടെ കിട്ടിയാലും ആളുകളോട് സുവിശേഷം പങ്കുവയ്ക്കപ്പെടുക. അതിന് ഞാൻ എടുക്കുന്ന ഒരു
മാർഗം എന്ന് പറയുന്നത് ഈ ഞാൻ കയറി ചെന്ന് ഇടപെടുകയല്ല. മനസ്സിലായി? എൻ്റെ അടുത്തോട്ട് ആളുകൾ വരും, ഇങ്ങോട്ട് അവസരം കിട്ടിയാൽ ഇങ്ങോട്ട് അവസരം കിട്ടുമ്പോൾ ഞാൻ ഉപയോഗിക്കും. അങ്ങനെ ഞാൻ പലരെയും കർത്താവിലേക്ക് കൊണ്ടുവന്ന അനുഭവങ്ങളുണ്ട്. ചിലർക്ക് ജോലിയില്ല, വളരെ വിഷമിക്കുന്നതാണ്. അവർക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് വേറൊരാളുടെ പോയി കെഞ്ചും ഞാൻ, അയാൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു. എൻ്റെ ബന്ധുക്കൾ പോലെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കസിൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിൻ്റെ കാര്യം നീ നോക്കാം ആദ്യം, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം. അപ്പം വിഷമം അനുഭവിക്കുന്ന ആളുകളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പലർക്ക് വിവാഹം കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ജോലിയാക്കി കൊടുത്തിട്ടുണ്ട്. വിദേശത്ത് പോകാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബോംബെയിലെ ജീവിതത്തിൽ ഇടയ്ക്ക് ജോലി ഇല്ലാതൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? നന്നായിട്ട് പട്ടിണി കിടന്ന സമയമുണ്ട്. പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ആഹാരം കഴിക്കാൻ ഒക്കാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ബോംബെയിലായിരിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ജോലി കിട്ടിയ കഥയോടെ പറയുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവും. ഞാനിങ്ങനെ പലയിടങ്ങളിലും ജോലി അന്വേഷിക്കാനോ താമസിക്കാനോ സ്ഥിരതയൊന്നും ഇല്ല, എവിടെയെങ്കിലും ഒന്ന് ഒപ്പിക്കും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങേണ്ട സമയം വന്നിട്ടുണ്ട്. ഒരു പേപ്പർ വിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കും. റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിനെയൊക്കെ വരുന്ന ട്രെയിനിൽ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ബന്ധുക്കൾ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരുവനായിട്ട് ഞാനും കിടക്കും. നേരം എടുക്കുമ്പോൾ ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ കിടന്ന സമയത്ത് റെയിൽവേയുടെ അവിടെയും ചെക്കിങ് വന്നു. പോലീസുകാരെല്ലാവരെയും അടിച്ചിറക്കി ഓടിച്ചു വിടേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ കാര്യങ്ങൾ. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ വില്ലേപ്പാറിലെ ജോർജ് കുട്ടി പാസ്റ്ററുടെ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് ഞാൻ പോകാനിടയായെന്ന് പറഞ്ഞില്ലേ. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, പ്രസംഗമൊക്കെ കഴിഞ്ഞു, മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. വെളിയിൽ എനിക്കൊരു ചായയൊക്കെ മേടിച്ച് തരാനായിട്ട് ഒരു കടയിൽ കൊണ്ട് കയറി. എനിക്ക് ചായയും ഒരു വടയൊക്കെ മേടിച്ച് തന്നു വെച്ചു. സഹോദരൻ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് പോകാനായിട്ട് ഇടവില്ല. ആ സമയത്ത് ജോലിയില്ല, താമസിക്കാൻ സൗകര്യമില്ല. വൈഫ് കൂടെ ഉണ്ടോ? ഇല്ല, കല്യാണം പോലും കല്യാണത്തിന് മുമ്പത്തെ കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി എൻ്റെ വീട്ടിലോട്ട് പോരെ, നമുക്കൊന്ന് അവിടെ കിടക്കാം. ഞാൻ ചെല്ലുന്ന അവരുടെ വീടെന്ന് പറയുന്നത് ഹട്ട് പോലുള്ള ഒരു ചെറിയ വീടാണ്. സ്വന്തം വീട്, ഒറ്റ മുറിയേ ഉള്ളൂ. പാസ്റ്ററുടെ വീടാണ്. പാസ്റ്റർ അവിടെയാണ് ആവുന്നത്. പാസ്റ്ററും ഭാര്യയും ഈ ഒരു ഒറ്റ മുറി വീട്. അന്ന് അവർ കിടക്കേണ്ട കട്ടിൽ എനിക്ക് തന്നിട്ട് അവർ വേറൊരു സൗകര്യത്തിൽ അതേ മുറിയിൽ തന്നെ അവർ കിടക്കുന്നു. ഉറങ്ങിയെന്ന് പറയാൻ ഒക്കുകയില്ല, കാരണം ആ അവസ്ഥ അതാണ്. പക്ഷേ അത് വേറൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അങ്ങനെ അന്ന് അവിടെ കഴിഞ്ഞു. വൈഫ് രാവിലെ ജോലിക്ക് അങ്ങ് പോയി. പിന്നെ ഞാനും പാസ്റ്ററോടെ അവിടെയുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട മാറാല പിടിച്ച് മേളിൽ കുറച്ച് ട്രാക്സ് അലമാരിയിൽ ഇങ്ങനെ മേളിൽ ഇരിക്കുന്നു, ഇതെല്ലാം മാറാല പിടിച്ചിരിക്കുകയെന്നുള്ളൂ. പാസ്റ്റർ എടുത്ത വാലെ പറഞ്ഞു, സൗരം വെറുതെ ഇരിക്കുകയല്ലയോ, കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന വാക്ക് എനിക്ക് സ്വീകരിച്ചേ വെക്കുകയുള്ളൂ, കാരണം വേറൊരു വഴിയില്ല. പുള്ളി പറന്ന് കേട്ടുകൊണ്ട് ഞാൻ കെട്ട് താഴെ ഇറക്കി പൊടിയൊക്കെ തൂത്ത് വാറാലയെല്ലാം കളഞ്ഞ് ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും എല്ലാം ഭാഷയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അടുത്ത ബസ് സ്റ്റോപ്പിലൊക്കെ കൊടുക്കാം. അങ്ങനെ പലയിടും ഇങ്ങനെ കൊടുത്തപ്പോൾ ചിലർ ചോദിക്കും, ഇതെന്തുവാ, ഇതെന്തിനാ, നിങ്ങൾ ആരാ? ഞാൻ മലയാളം, എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല, അവരോട് സംസാരിക്കാൻ പോലെ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ അവിടുന്ന് പിന്നെ മാറി അങ്ങ് പോവുക ചെയ്യുന്നത്, കൊടുത്തേച്ച് അങ്ങ് പോകും. ചിലർ തിരിച്ചു വിളിക്കാറുണ്ട്. അങ്ങനെ ഇങ്ങനെ കൊടുത്തിരുന്ന സമയത്ത് എനിക്ക് എതിര് വന്നു എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ഏരിയ തന്നെ അല്ലാതെ പല സ്ഥലങ്ങളിലും പോകും. അങ്ങനെ എനിക്ക് ബോംബെയിലെ സായോണം എന്ന് പറയുന്ന തിരക്കുള്ളൊരു സ്ഥലമാണ്. പോകുന്നിടത്തല്ല ഇതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സന്ധ്യയായപ്പം ഈ ട്രാക്ട് കൊടുത്തപ്പോൾ ചില ആളുകൾ, അപ്പോൾ മറാഠികളാണ്, അപ്പോൾ അവരെ കണ്ടപ്പോൾ മനസ്സിലായ സംഗതി വശക്കേടാ, ഇതെന്തുവാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുക. അപ്പം അതിനകത്ത് ഈശു മസീഹ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാ കൊണ്ടുവരുന്ന, ഈ ആരാ എന്തോ അതൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഈ അണ്ടർഗ്രൗണ്ട് ടണലുണ്ട് അവിടെ, ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി ഇറങ്ങി വേറെ വഴി കൂടെ കയറി അടുത്ത ബസ് കയറി ഞാൻ രക്ഷപ്പെട്ടു. പിറ്റേന്ന് ഞായറാഴ്ച ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, ഭാഷ അറിയത്തില്ല, എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായ ഒരു അച്ചാൻ, ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ബോംബെ വന്ന ഒരു അച്ചാനുണ്ടായിരുന്നു. പുള്ളി ഒരു സർക്കാരിൻ്റെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങളോട് കൂടാ, സൗരം വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ചേർന്നാണ് ഇവാഞ്ചലിസം വാൻഗാർഡ് എന്ന് പറഞ്ഞൊരു പേരിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു സംഘടന അങ്ങനെ രൂപീകരിച്ച് അന്നേരം ഉണ്ടാക്കിയത് ബ്രദറുകാരായ സഹോദരന്മാരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ഇവാഞ്ചലിസം വാൻഗാർഡ് അതൊരു വലിയ
ചലഞ്ചായിട്ട് ബോംബെയിലുള്ള എല്ലാ പെന്തക്കോസ്തർക്കും ഒരു ഉദാഹരണം സഹിതം ഇന്നാരെ നോക്കി പഠിക്കുക, അവരുടെ സുവിശേഷ വേല ചെയ്യുന്നതുകൊണ്ട് അവർ സഹോദരന്മാർ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. ആ ടീമിൽ എത്ര പേരുണ്ടായിരുന്നു? ആ ടീമിൽ ഞങ്ങളൊരു 10-12 പേരോളം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ 12 പേരും ഒരുമിച്ച് പോവുകയില്ല, അതും മാറി മാറി ഇത് അതിനകത്തും എതിർപ്പുണ്ടായിട്ടുണ്ട്. ഭീഷണി കത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ട്, ചിലർ ഗൾഫിൽ പോയി, ചിലർ കുടുംബമായിട്ട് ബോംബെ തന്നെ ഉള്ളവരുണ്ട്. അതിലൊരാൾ ഞാനും ഏതെല്ലാം സ്ഥലങ്ങളിലൊക്കെ അത് കഴിഞ്ഞ് പോയി. അങ്ങനെയാണ് ഞാൻ തിരിച്ച് വളരെ ആക്റ്റീവായിട്ട് സുവിശേഷാല ചെയ്തു. നല്ല നിലയിൽ ആ നിലയിൽ കാര്യം ചെയ്യാനായി. അന്നൊരു സംഭവം കൂടെ ഉണ്ടായി. ഏതായാലും എനിക്ക് ജോലിയില്ല. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്. അവിടെ ഒരു അമ്മാമ്മ ഇങ്ങനെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. വാച്ച് ചെയ്തപ്പോൾ എന്നോട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മലയാളിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. എവിടെപ്പാന്ന് നിൽക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ വേണ്ടി. എന്നിട്ട് എവിടെയാണ് വീട്? ഇന്നടുത്താണ്. അപ്പോൾ ഞങ്ങളുടെ ഒരാൾ അവിടെ ഉണ്ടല്ലോ, ഇന്നതുപോലെ ആ വീട്ടിൽ. ഞാൻ പറയാം അവരെ എനിക്കറിയാം, ഞാൻ ആ സഭയിൽ. ഓ ശരി, എന്തുവാ ജോലി? ഞാൻ പറഞ്ഞു ജോലിയൊന്നും ആയില്ല മാമ, ജോലിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഞങ്ങളുടെ അച്ഛൻ ഈ ട്രെയിനിൻ്റെ ഗാർഡാണ്, ഇപ്പോൾ വരും, ട്രെയിൻ വരും, അച്ഛനെ പരിചയപ്പെടാം, അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നെ അവിടെ നിർത്തി. അപ്പോൾ ആ അമ്മാമ്മയും അച്ഛനും കൂടെ ഈ ഗാർഡിൻ്റെ റൂമിനകത്തോട്ട് കയറുക. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി, അച്ഛായ ഇതുപോലെ ഇന്നടത്തുള്ള ഒരു സഹോദരനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലമായപ്പം അമ്മാമ്മയങ്ങ് ഇറക്കി വിട്ടു. എന്നെ ഈ വണ്ടിക്കകത്ത് എന്നെ അച്ഛനങ്ങ് നിർത്തി. വേറെ പണിയൊന്നുമില്ലല്ലോ, ട്രെയിനിൽ ഇങ്ങനെ ക്യാബിനകത്ത് പോവുകയും വരികയും ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം വായിക്കുന്നത് മുഴുവൻ നോവലാണ്, പെന്തക്കോസ്തുകാരനാണ്. പക്ഷേ നോവൽ വായിക്കുക. പുള്ളി വിശ്വാസവും ഇല്ല, ജീവിതവും ഇല്ല, തങ്ങളുടെ വഴി ജീവിക്കുന്ന ഒരു മനുഷ്യന്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്ത് കുറച്ച് ആത്മീയ വെളിച്ചത്തിൻ്റെ കുറിച്ചും അതേക്കുറിച്ചും എൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് ട്രെയിൻ ഇങ്ങനെ പോകുന്നു, പുള്ളി ഇങ്ങനെ ബെല്ലടിക്കുന്നു, ട്രെയിൻ എടുക്കും, ഇങ്ങനെ പോന്നു. അങ്ങനെയായി ഞങ്ങൾ അങ്ങ് അടുത്ത് കഴിഞ്ഞ ശേഷം പുള്ളിയുടെ വീട് പരിചയപ്പെടുത്തി. ഇടയ്ക്ക് പിന്നെ വീട്ടിലും പോവുകയും വരികയും ചെയ്യും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു യോഗമായിട്ടുണ്ട്, അടിപൊളി യോഗം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ അച്ഛനെ നിർബന്ധിച്ചു. അപ്പോൾ എന്തോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാൾ കേരളത്തിൽ നിന്ന് അവിടെ വന്നിട്ട് പുള്ളിയുടെ ഒരു സാക്ഷി ഒരു വീട്ടിൽ വെച്ച് ഉള്ള മീറ്റിംഗ് നടത്തുന്നു. ഈ അച്ഛനോ ഞാൻ പറയാം നമുക്കൊന്ന് കേൾക്കാച്ചാന്ന് പറഞ്ഞ്, എനിക്ക് സ്ഥലവും പക്ഷെയൊന്നും പരിചയമില്ല, പക്ഷേ പുള്ളിക്ക് ഇതെല്ലാം അറിയാം. ആരായിരുന്നത്? TK ഈപ്പൻ എന്ന് പറയുന്ന ഒരു ഗാർഡാണ്. പുള്ളി മരിച്ചുപോയി. ഗാർഡ്, റെയിൽവേയുടെ ഗാർഡ്. മറ്റേതൊരു പോലീസിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷി ഇടിവെട്ട് സാക്ഷ്യമായിരുന്നു. അത് ഈ അച്ഛനെ വളരെയധികം സ്വാധീനിച്ചു. ആ അച്ഛന് വലിയ ആത്മീയ മാറ്റങ്ങൾ വന്നു. ആ അച്ഛന് കുടുംബമായിട്ട് അത് വലിയ ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക്. അദ്ദേഹം അവസാനം ചർച്ചക്കോടിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് തന്നെയാണ് ആൾ മരിക്കുന്ന സമയത്ത്. എന്നാൽ എൻ്റെ അറിവ് അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ അത് അവരുടെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അദ്ദേഹം ചർച്ചക്കോട്ടിൻ്റെ സെക്രട്ടറി ആയിട്ട് വരെ ഇരിക്കുമ്പോഴാണ് പുള്ളി മരിക്കുന്നത്. എൻ്റെ പിന്നീടുള്ള അറിവ്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം പിന്നീട് അദ്ദേഹം ത്രൂ വല്ല ജോലിക്ക് എന്തെങ്കിലും ക്രമീകരണം ഉണ്ടായതോ? ഇല്ല. ആ സമയത്തൊക്കെ ഞാനെനിക്ക് വെളിയിൽ പോകാനുള്ള ആഗ്രഹങ്ങൾ മനസ്സിരുന്നുണ്ട്. ബോംബെയിൽ പിന്നീടൊന്നും കാര്യമായിട്ടൊന്നും നടത്തിയില്ല. തന്നെയല്ല, ഞാൻ ഈ ഇടയ്ക്ക് ആർട്ടിസ്റ്റായിട്ടൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ തിരിഞ്ഞുകൊണ്ട് അവർക്ക് അതേക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇപ്പം ഒരു ടെക്നിക്കൽ ഫീൽഡായിരുന്നെങ്കിൽ കുറച്ചുകൂടി ജോലിക്ക് ഈസി ആയിരുന്നു. പിന്നെ വിവാഹശേഷം ബോംബെയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? വിവാഹശേഷം ബോംബെയിൽ മോനൊക്കെ അവിടെയാണ് ജനിച്ചത്. മോന് നാട്ടിലായിരുന്നു, കുമ്പനാട് ഫെലോഷിപ്പിലായിരുന്നു. പിന്നെ ബോംബെ കുറേ നാളുണ്ടായിരുന്നു. ഈ മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫിന് ജോലിയൊന്നുമില്ല, വീട്ടുകാരിയായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ ബോംബെയിലെ ലൈഫിൽ പല തരത്തിലുള്ള ആത്മീയരായ കൂട്ടർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സഭക്കാർ, മറ്റ് പെന്തക്കോസ്ത് സഭകൾ, മറ്റുള്ള ആളുകൾ. ഇപ്പം ഞാൻ പെന്തക്കോസ്ത് സഭകളുടെ ഒരു അസോസിയേഷൻ മെമ്പറായിട്ട് പ്രവർത്തിക്കാനിടയായിത്തീർന്നു. കാരണം ഞങ്ങളുടെ ഈ ആക്ടിവിറ്റീസൊക്കെ ആകുമ്പോൾ പലരും എന്നെ അറിയാൻ തുടങ്ങി. ഐക്യകൂട്ടായ്മകളുണ്ടായിരുന്നോ? ഐക്യകൂട്ടായ്മ എന്ന് പറയാൻ ഒക്കില്ല. ബോംബെ പെന്തക്കോസ് അസോസിയേഷൻ എന്നുള്ള നിലയിലുള്ള സംഘടന രൂപീകരിച്ചു. എല്ലാ പെന്തക്കോസുകാരും കൂടെ ഒരുമിച്ച് കൂടുന്ന ചില ആക്ടിവിറ്റീസ്, ചില കൺവെൻഷനുകൾ, ചില കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുന്ന അത് വലിയ വലിയ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ BRCയിലെ ഉദ്യോഗസ്ഥന്മാർ, പിന്നെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയൊക്കെയുള്ള അവരാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. പക്ഷേ
ഞങ്ങളുടെ സഭ വഴിയൂർ ജോർജിയുടെ സഭ ആർക്കും മറക്കാൻ ഒക്കുകയില്ല. ഞങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഞങ്ങളുടെ പുരോഗതി ആ നിലയിൽ വരുന്നത് കൊണ്ട് ഞങ്ങളെ കൂടെ പ്രത്യേകിച്ച് എന്നെ കൂടെ എൻ്റെ സഭ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. ജോൺസൺ ബ്രദർ പോകുന്നത് നല്ലതാണ്, ജോൺസൺ ബ്രദർ പോകണം എന്നുള്ളത് സാധിക്കും. അപ്പോൾ എല്ലാ അങ്ങനെയുള്ള ആളുകളുമായിട്ട് അടുപ്പം പുലർത്താനിടയാണ്. അത് പി എബ്രഹാം എന്ന് പറയുന്ന ഒരാളെ ഒരു പക്ഷേ കേട്ട് കാണാത്ത ലൈറ്റ് ഓഫ് ലൈഫ് മാഗസിനും ഞാനുമായിട്ട് ബന്ധങ്ങളും ആ നിലയിലേക്ക് ഉണ്ടായത്. അതിൻ്റെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാനും അവരെ അതുപോലെ പല കാര്യങ്ങളിലും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ കൂടെ അവിടെ വീടുകളിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെ സപ്പോർട്ടുണ്ടായിരുന്നു. ചില സ്നാനങ്ങളൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് ചിലരെ കൊണ്ടുവരാൻ കാരണമായത് ചില സ്നാനങ്ങളൊക്കെ അവിടെ നടത്തേണ്ടി വന്നു. അപ്പം ഈ വഴിയൂർ ജോർജുട്ടിയാണ് പാസ്റ്റർ. അദ്ദേഹത്തിന് ഓർഡിനേഷൻ ഇല്ല. അന്നത്തെ കാലത്ത് ഓർഡിനേഷൻ ഇല്ലാതെ സ്നാനം നടത്താൻ ഒക്കുകയില്ല. ഞങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ പറഞ്ഞു പാസ്റ്ററും തന്നെ വിഷമിക്കുന്നു, ഓർഡിനേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പാസ്റ്റർക്ക് സ്നാനം നടത്താം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് ഒക്കുകയില്ല, അത് നമ്മുടെ ചർച്ചിനൊരു നിയമമുണ്ട്, അതനുസരിച്ചേ പറ്റുള്ളൂ. ഈ വാഴൂർ ജോർജുട്ടി പാസ്റ്റർ ചർച്ച ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. പുള്ളി ചർച്ച ബോർഡിൻ്റെ ശുശ്രൂഷകനായിട്ടാണ് അവിടെ വരുന്നത്. പുള്ളി സ്വന്തമായി തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്, അല്ലാണ്ട് സഭ ആക്കിയതൊന്നുമല്ല. പുള്ളിയുടെ വൈഫിന് ജോലിയുണ്ട്, കല്യാണം കഴിഞ്ഞ് അവിടെ വന്ന് ഒരുമിച്ച് താമസിക്കുന്നു. പുള്ളി ഒരു വർക്ക് ആരംഭിച്ചു, അത് മുന്നോട്ട് പോകുന്നു. ചെറിയൊരു പ്രവർത്തനം. അതിനോടൊപ്പം നിങ്ങൾ സഹോദരന്മാർ ചേർന്ന് സുവിശേഷം ചെയ്യുന്നു. അദ്ദേഹം ഞങ്ങളെ പല നിലയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പാസ്റ്റർ ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം അറേഞ്ച് ചെയ്ത് തരുന്നു. ഒരു വീട് എടുക്കാൻ ഡെപ്പോസിറ്റ് കൊടുക്കണം, പൈസയില്ല. ഡെപ്പോസിറ്റ് കൊടുക്കാൻ പൈസയില്ല. പുള്ളിയോട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. പിന്നീട് ഞങ്ങളത് കൊടുത്താൽ മതി. പക്ഷെ അന്നേരം അവിടെ കുറച്ച് പേരാകുന്നു, ഒരു സഭയ്ക്ക് അത് അതിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ അതൊരു നല്ലൊരു പേരും കാര്യങ്ങളൊക്കെ അത് കാരണമായി തീർന്നു. ഇതൊക്കെ ആണെങ്കിലും ഈ ആത്മീയമായ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിന് ഒരു സുഖക്കുറവ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ. ഒരു നമ്മൾ വിചാരിക്കുന്ന അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, നല്ല ജോലി വേണം, നല്ല ഭാര്യയെ കിട്ടണം, നല്ല വീട് വേണം. പിന്നെ ഇതൊക്കെ ഈ അനുഗ്രഹമായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അത് പ്രോസ്പെരിറ്റി എന്ന് പോലും പറയാൻ അറിയത്തില്ല. സംഗതി മനസ്സിൽ ഇങ്ങനെ അങ്ങ് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഞാൻ ട്രാക്സ് കൊടുത്ത സമയത്ത് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്ത് നല്ല തികഞ്ഞൊരു വിശ്വാസിയായിരുന്നു. ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ സഭയിലേക്ക് ഈ പെൺകൊച്ചിനെ ക്ഷണിച്ചു. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഞങ്ങളുടെ സഭയെ ഇന്നടത്താണല്ലോ, വരാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞാൻ വേറൊരു സഭയിൽ പോകുന്ന ആളാണ്, എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് സഭ? ഞാൻ പെന്തക്കോസ്ത് അസോസിയേഷൻ്റെ മെമ്പറായി, എനിക്കറിയാത്ത സഭയുണ്ടോ? നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത്? ഞങ്ങൾ ജയക്കുട്ടിച്ചാൻ്റെ സഭയിലാണ് പോകുന്നത്. ജയക്കുട്ടിച്ചാൻ്റെ സഭയെന്ന് പറഞ്ഞ സഭയുണ്ടോ? ഞാനിവരെ കളിയാക്കി, പരിഹസിച്ചു. അത് എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്കറിയാവുന്ന ഒരു അച്ചായനുണ്ട്, പുള്ളിയുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവിടെയാണ് പോകുന്നത്. അവിടെ രക്ഷിക്കപ്പെട്ടത്. അവിടെ അതെ, കോട്ടയിലെ ഒരു വീട്ടിലെ ഒരു അച്ചായൻ തുടങ്ങിയ ഒരു ചർച്ച. അപ്പോൾ എനിക്കങ്ങനെ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമല്ലോ, ഞാൻ എല്ലാ സഭയുമായിട്ട് ബന്ധപ്പെടുന്ന ആളല്ലേ, പരിചയപ്പെടണമല്ലോ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇവരുടെ ഒരു സഭായത്തിന് പോകാൻ കാരണമായി തീർന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴും ഞാൻ അറിയാവുന്ന ഒരു പെന്തക്കോസ്തുകാരും അവിടെ ഇല്ല. എല്ലാം മാർത്തോമയെന്നും യാക്കോബയെന്നും ഒക്കെ കൂടിയ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു സഭയാണ്. പക്ഷെ ലൈഫിന് ഭയങ്കര പ്രാധാന്യം അവർ കൊടുക്കുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ചില വാക്യങ്ങളൊക്കെ മനസ്സിൽ നിശ്ചയിച്ച് എനിക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പ്രസംഗിക്കണമല്ലോ എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ കരുതിയോടിരിക്കുന്നു. പ്രിപ്പയർഡായിരുന്നു. ഇവരുടെ മീറ്റിങ്ങിൽ ഇവരതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർ കർത്താവിൻ്റെ മുമ്പാകെ അവർ തങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുന്നു. പുതിയതായിട്ട് ചില ആളുകളവിടെ വരുമ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടാൽ തന്നെ മാനസാന്തരം ആളുകൾക്കുണ്ടാകും. പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അത് തന്നെയല്ല, ഫുൾ ടൈം മിനിസ്ട്രി ആർക്കും ഇല്ല, അവരെല്ലാവരും ജോലി ചെയ്യുന്നവർ. അപ്പം ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ദിവസം അന്നായിരുന്നു. അതിന് മുമ്പ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. കരയുന്നത് പോലെ പ്രാർത്ഥിക്കും, പക്ഷേ കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വാക്കുകളെന്ന് പറയുന്നത്, കർത്താവേ, ഇവർ കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹൃദയം എനിക്ക് നൽകണേ, എനിക്ക് കർത്താവിന് പ്രസാദമായിട്ട് ജീവിക്കണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ? നിത്യതയെ പോകാൻ ഒക്കുമോ? ഇല്ലേ പോയില്ലേ, ഇവിടെ എന്താ നേടിയെന്ന് പറഞ്ഞിട്ട് നിത്യതയെ പോകാൻ ഒത്തില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം കൊണ്ട് എന്താ കാര്യം?
എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ അന്ന് പതിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്റെ കൂടെ വേറെ 2 സഹോദരന്മാരൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടുകാരായിട്ട് വിളിച്ചുകൊണ്ട് പോയത്. അതിലൊന്ന് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ, ഒരു സഹോദരൻ, ജോയ്ക്കുട്ടി എന്നാണ് പേര്. അദ്ദേഹം ഞാൻ ബീരാർ വീട് തിരക്കി പോയെന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു ജോലിയുടെ വില്ലേപ്പാറിലെ ചർച്ചിൽ കണ്ടുമുട്ടാനായിട്ട് ശ്രമിച്ച് അദ്ദേഹവും ഞാനും വേറൊരു സഹോദരനോടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നടക്കുമ്പോൾ ഞങ്ങളെ ഈ ശദ്രക്ക് മേശക്ക് അഭേദനിഹോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, ആ ദേശത്തൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ ഞങ്ങൾ ഒന്നായിട്ട് ജീവിക്കുകയും ഒന്നിച്ച് താമസിക്കുകയൊക്കെ ചെയ്ത ഈ മീറ്റിങ്ങിന് തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന ഒരു യാത്രയിൽ അവിടുത്തെ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ അവിടെ നടന്ന മീറ്റിങ്ങിനെ കുറിച്ച് ഹൃദയത്തിലൊരു ആവേശം ഉണ്ടായി, ഗദ്ഗതപ്പെട്ടു. ഞാൻ അറിയാതെ അങ്ങ് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി ട്രെയിനകത്ത് വെച്ച്. അപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരൻ പറയണ്ട, ഇത് ട്രെയിനാണ് കേട്ടോ, നമുക്ക് വീട്ടിൽ ചെന്നാൽ അന്യഭാഷ പറയാം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ എനിക്ക് അടക്കാൻ വയ്യാത്ത ആത്മീയ ദാഹം അങ്ങനെ അങ്ങ് പ്രകടമായി. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭൂമി ചെന്ന് കഴിഞ്ഞ് മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു ക്വാളിറ്റി ലൈഫിൽ നിന്ന് ഇത് വരണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. അല്ലാണ്ട് ചുമ്മാതെ പടപ്പ് അടിച്ചു വിടുന്നത് പോലെ കുറേ അല്ലേലിയും കുറേ സ്വത്രവും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതല്ല വേണ്ടത്. നമുക്കൊരു ലൈഫ് വേണം. ലൈഫ് ഇല്ലാതെ ലൈഫ് ഒരിക്കലും പൂർണ്ണമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് പരിമിതി ഉണ്ടാവും, ബലഹീനത വരും, തെറ്റുകൾ വരാം, ഇതൊക്കെ വരാം. പക്ഷേ ഉള്ളിലെ ദാഹം എപ്പോഴും സത്യത്തിന് വേണ്ടിയും അറിഞ്ഞ സത്യത്തിന് വേണ്ടി എങ്കിലും നമുക്ക് നേരെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട്, അതിന് മുമ്പ് ഞാൻ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്, അത് വെറും പടപ്പായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു ഹൃദയ ഗദ്ഗതം, ഒരു അണപൊട്ടി ഒഴുകുന്ന രീതിയിലുള്ള ഒരു ഗദ്ഗതം, വലിയ ഒച്ചയൊന്നും ഇല്ലെങ്കിലും അടക്കാൻ വയ്യാത്ത ഒരു ഭ്രമം ഹൃദയത്തിൽ അങ്ങനെ ഉള്ളിൽ നിന്ന് വരാൻ ആദ്യമായിട്ട് എനിക്ക് അന്ന് മനസ്സിലാക്കി. ജീവിക്കുന്ന ദൈവമുണ്ടെന്നും ആത്മാവിൽ ഇടപെടുന്നത് ഇങ്ങനെയാണെന്നും ആത്മാവിൽ സംസാരിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ടച്ച് ചെയ്യാനിടയായി. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ സുവിശേഷം പറയുമ്പോഴും ഈ ആത്മാവിലാണ് ഡീൽ ചെയ്യുന്നത്. ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് ദൈവം ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആയി, അതൊരു എക്സ്പീരിയൻസ്. ആ ഒരു ദിവസം അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പഠിച്ചതിൽ നിന്നും കുറച്ച് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. ഈ ചില ആളുകൾ കർത്താവിനെ കുറിച്ച് പറയും വാചാലരാകും എന്ന് പറഞ്ഞാൽ 2 പേരെ പോലും വിശ്വാസം കൊണ്ട് കാണുകയില്ല, പക്ഷേ 10 പേരെ കൊണ്ടുവന്നെന്ന് കയറി അങ്ങ് പറയും. അല്ലെങ്കിൽ ദൈവം എനിക്ക് ഭയങ്കരമായ വിടുതൽ തന്നെന്ന് പറയും. പക്ഷേ ഇതൊക്കെ എന്ന് പറയാൻ ഒരു പൊടിപ്പും തങ്ങലും ഇട്ട് യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്ത് പറയും. ഇപ്പം ഞാൻ ഒരിക്കലും അതേക്കുറിച്ച് വേറൊരു സഹോദരനോട് സംസാരിച്ച് പറഞ്ഞ്, ദൈവത്തിന് വേണ്ടി ഇച്ചിരി കള്ളം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സഹോദര, കാരണം ദൈവത്തെ ഉയർത്താൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ദൈവം അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യവാനല്ല. ദൈവത്തെക്കുറിച്ച് സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കേട്ട് സൂഹിക്കുന്ന ആളല്ല ദൈവം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു. അതുകൊണ്ട് ആ ഒരു ചിന്തയുടെ കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു സഹോദരൻ, ഞാനൊരു ബസ്സിൻ്റെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത്, ഭയങ്കര വെയിലാണ് നിൽക്കുന്ന സമയത്ത്, ഒരു സഹോദരൻ ഓടി ഇങ്ങോട്ട് വന്നേച്ച്, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, എൻ്റെ കൈ തന്നെ സ്തോത്രം എന്ന് പറഞ്ഞു. സ്തോത്രം എന്ന് പറയാൻ പോലും തിരിയാത്ത അദ്ദേഹത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് കൈ തന്നു. ഞാനവിടെ അതിശയിച്ചു പോയി. എന്നെ കണ്ട ഉടനെ അയാൾക്ക് എന്നെ മനസ്സിലായി. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, അച്ഛനൊരു ദൈവത്തിലാണെന്ന് മനസ്സിലായി. അവസാനം ഞാൻ അവനെയും കൂടെ കൂട്ടി എൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും കൊടുക്കാനൊന്നുമില്ല, കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് 2 ബ്രെഡ്. വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണോ പറയുന്നത്? ഇതൊക്കെ വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. പിന്നീട് എപ്പോഴേലും ആ ചർച്ചിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയോ? ആ ചർച്ചൊക്കെ വേറെ നിലയിലൊക്കെ അങ്ങ് മാറിപ്പോയി. ആ വാഴൂർ ജോർജുട്ടി എന്ന് പറഞ്ഞ ആളിപ്പോൾ നാട്ടിലുണ്ട്, അദ്ദേഹം സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ പോയി കാണുകയൊക്കെ ചെയ്യും. ഈ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം എന്നെ സന്ദർശിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടി. അതല്ല ഞാൻ ചോദിച്ചത്, വാഴൂർ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളുടെ ചർച്ചിൻ്റെ അല്ലല്ലോ, ജയക്കുട്ടിച്ചാൻ്റെ ചർച്ചിൽ പോയ കാര്യമല്ലേ പറഞ്ഞത്? അത് രണ്ടും ഒരാൾ അല്ല. അത് ഞാൻ ഇതുകൂടെ പറയുമ്പോഴേ അതിന് ലിങ്ക് വരുള്ളൂ. ഓക്കെ. ഇദ്ദേഹം ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നത്? അന്നേരം ഇദ്ദേഹം പറഞ്ഞു, ഏതാ ജയക്കുട്ടിച്ചാൻ്റെ ചർച്ചിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇല്ല പന്തില്ല പെങ്കൊച്ച പറഞ്ഞതും ഈ പയ്യൻ പറഞ്ഞതും ഒത്തു വരുന്നു. ഒരു ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോഴും എനിക്ക് അന്നേരം അവിടെ വെച്ച് മനസ്സിലായി, സംതിങ് ഡിഫറെൻ്റ്, ഒരു ക്വാളിറ്റി കാണുന്നുണ്ടല്ലോ, അവരിലൊരു ദൈവികത വെളിപ്പെടുന്നുണ്ടല്ലോ.
അവൻ എന്നെ കണ്ടപ്പോഴേ അത് ബോധ്യം വന്നല്ലോ. അപ്പോൾ എവിടെയൊക്കെ ഒരു ആകർഷണം ഈ നിലയിൽ ഉണ്ടാകുന്നു. അവൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന മുറി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ചായ, പുള്ളി എന്നെ അങ്ങ് ദൈവമായിട്ട് കണ്ടു. എല്ലാം എന്നോട് ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഞാൻ എൻ്റെ അളിയൻ സഹോദരിയുടെ ഭർത്താവ് മദ്യപാനിയാണ്, എന്നെ എടുത്തിട്ട് അടിക്കാൻ, എൻ്റെ സഹോദരി എടുത്തിട്ട് അടിക്കാൻ വരുക കള്ളു കുടിച്ചിട്ട്. ഞാൻ എന്തോ ചെയ്യണോ, അയാൾക്ക് 2 കൊടുത്തേച്ച് പോണോ എന്ന് എന്നോട് ചോദിച്ചു. രക്ഷിക്കപ്പെട്ടു വരുന്ന ആ സമയത്ത് അവൻ്റെ മനസ്സിൽ ചെയ്യണോ ചെയ്യണ്ടായോ അതിന് ശരിയും തെറ്റും എന്നോട് ചോദിച്ചു മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, എനിക്ക് ഈ അനുഭവങ്ങളൊന്നുമില്ല, എനിക്കൊരു ഉത്തരം പറയാനായിട്ട് കഴിയുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം ആ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കും സഹോദര, സംശയം അനുഭവം ഒരു മാറ്റവും വരത്തില്ല. സൂക്ഷം പോലെ ചില നാളുകൾക്ക് ശേഷം അവൻ്റെ അളിയൻ രക്ഷിക്കപ്പെട്ട് അതുപോലെ അവരുടെ സഭയിൽ കൂട്ടായ്മയിൽ പോകുന്ന നിലയിലേക്ക് ആ കാര്യങ്ങളൊക്കെ വന്നു. അവിടെ അനുഗ്രഹിക്കുക. പയ്യൻ മരിച്ചുപോയി. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ചില ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലാണ്ട് ഞാൻ വലിയ പ്രവർത്തനം ചെയ്തു, വലിയ ആൾ കളിച്ചു, വലിയ എന്നെ ആളുകൾ പാസ്റ്റർ എന്ന് വിളിക്കുക, അങ്ങനെയുള്ള ഒന്നും എനിക്ക് ആവശ്യമില്ല, ഇഷ്ടവുമുള്ള കാര്യമല്ല. പക്ഷേ ചിലരെ ടച്ച് ചെയ്യാനായിട്ട് ദൈവം ആ നിലയിൽ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എൻ്റെ കഴിവും എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ദൈവം ചില കാര്യങ്ങൾ എന്നെ ഈ നിലയിൽ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇങ്ങനൊരു മുഖം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ KC ജേക്കബ് പതാജയെ കയ്യക്കുട്ടിച്ചാൻ്റെ സഭയെ ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പല ആളുകളുടെ ജീവിതത്തിൽ ദൈവം അവരെ ടച്ച് ചെയ്ത കാര്യങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കാനുണ്ട്. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഇപ്പോഴും വ്യക്തമായില്ല. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എങ്ങനെ? KC ജേക്കബ് എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം ഇപ്പോഴും ബോംബെയിൽ ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിയുടെ മക്കളും അവരുടെ സഭയും കൂട്ടായ്മയും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല നിലയിൽ പോകുന്നു. അവർ മറ്റ് പെന്തക്കോസുകാർ അവരെ അംഗീകരിച്ചിട്ടില്ല, മറ്റ് പെന്തക്കോസുകാർ ഇവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കല്യാണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിച്ചേർത്തുള്ള ഒരു വൺനെസ് പരിപാടിയൊന്നും ബോംബെയിൽ നടക്കുകയില്ല. കാരണം അവർക്ക് ഇവർ കൂടുതലും മാർത്തോമൈറ്റ്സ് അതുപോലെ മറ്റുള്ള വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ചേർന്നൊരു പ്രയർ ഗ്രൂപ്പ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് വലിയ ടീച്ചിങ്ങും പഠിപ്പീരും പെന്തക്കോസ്ത് കൂട്ടായ്മ എന്ന് പറയാനൊക്കത്തില്ല. പെന്തക്കോസ്ത് കൂട്ടായ്മ എന്ന് പറയാനൊക്കെയില്ല. അവരൊരു ഇൻഡിപെൻഡൻറ്റ് ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പോകുന്നു. പക്ഷേ അവർക്ക് ലൈഫ് ഭയങ്കര ഉണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അവരെ ആരെങ്കിലും ആളിനെ കണ്ടാൽ അതുപോലെ നമ്മളായിരുന്നു നോക്കും. അവർ വിശ്വാസിയാൻ തോന്നുന്നല്ലോ, അവർ കൊള്ളാമല്ലോ. പക്ഷേ നമ്മുടെ പല ആളുകളെയും കണ്ട ആ നിലയിൽ അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസം. അത് ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിലായി. ആദ്യകാലത്ത് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ക്വാളിറ്റി ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോകുന്നു. ഒരുപാട് ആ കാര്യത്തിൽ വീഴ്ചകളും പരാജയങ്ങളും സംഭവിക്കുന്നു. സത്യസന്ധത ഇല്ലാതെ വരുന്നു. എത്രയോ വിവാഹങ്ങളൊക്കെ സത്യസന്ധതയില്ലാത്ത വിവാഹ ബന്ധങ്ങൾ പൊടുപ്പും തൊങ്ങലൊക്കെ ഇട്ട്, ഇപ്പോൾ ഞാൻ പറയാം പെങ്കൊച്ചങ്ങനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അവൾ വൈപ്പിക്ക് നല്ല മിടിക്കുക, PIPക്കൊക്കെ നല്ലപോലെ പാടും. ഇങ്ങനെയുള്ള നിലയിലാണ് ആളുകളുടെ ആത്മീയ വശങ്ങൾ കാണുന്നത്. അതുപോലെ ബൈബിൾ കാണാതെ പറയുക, അല്ലെങ്കിൽ ബൈബിൾ വാക്യങ്ങൾ പഠിക്കുക, ഇങ്ങനെയുള്ള ലെവലിൽ നിന്ന് ഒരു ലൈഫ് ടച്ചിങ് കാര്യത്തിലേക്ക് വരുന്ന കാര്യം ഒരു വിഷയം. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആദ്യമേ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞൊരു പെങ്കൊച്ചൻ്റെ കാര്യം പറഞ്ഞില്ലേ. ആ പെങ്കൊച്ച പിന്നെ കല്യാണമൊക്കെ കഴിച്ചു. BRC ജോലിയുള്ളൊരു ഒരാളിനെ കല്യാണം കഴിച്ചു. അവളോട് കുടുംബം ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്നാലും ഇടയ്ക്ക് ഒക്കെ കാണുകയൊക്കെ ചെയ്യും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവദാസം വരുന്നുണ്ട്, വന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം സാക് പുന്നൻ എന്ന് പറയുന്ന ആളിനെ കേട്ടിട്ടുണ്ടോ? അറിയാം. സാക് പുന്നൻ എന്ന് പറയുന്ന ആൾ അവരുടെ സഭയിൽ വന്ന് ഒരു ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ച് വരുത്തുക. 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ട് എന്ന് വരാമെന്ന് ചോദിച്ചു. ഞാനില്ല ഓൾ പെന്തക്കോസ്റ്റ് അസോസിയേഷൻ്റെ മെമ്പറായിട്ടിരിക്കുന്ന കാലത്തോളം എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഭയങ്കര താല്പര്യമാണ്. ഞാൻ പോകാം എന്ന് വാക്ക് പറഞ്ഞു. ഞാൻ നേരത്തെ ഇല്ല പറഞ്ഞ 2 കൂട്ടുകാരായ 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർ 10-600 പേര് കൂടുന്ന ഒരു വലിയ കൂട്ടായ്മയിൽ സംസാരിക്കുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 3 ഭാഷകളിലാണ്. അത് ഇദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഒരാൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, വേറൊരാൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതിങ്ങനെ ചേർന്ന് പോവാം. അപ്പോൾ ആ മീറ്റിംഗ് എന്നെ സംബന്ധിച്ചൊരു പുതിയ ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോകും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠിപ്പിക്കലുകൾ വ്യത്യസ്തമല്ലേ? ഇച്ചിരി വ്യത്യാസം ഞാൻ പറയാം. അതായത് നമുക്കറിയാവുന്നൊരു വാക്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു പിക്ചർ. ആ പിക്ചർ എന്ന് പറയുന്നത് നമ്മളെ സഭയിൽ നിന്നും കിട്ടിയ പഠനം കൊണ്ടും സംസാരം കൊണ്ടും കിട്ടിയ ഒരു പിക്ചറുണ്ട്. ആ പിക്ചറിലല്ല അദ്ദേഹം സംസാരിക്കുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അത് ടോപ്പിക്ക് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അന്ന് ഞാൻ കേട്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ
പ്രായോഗികമായ ഒരു ക്രിസ്തീയതം നമുക്ക് എങ്ങനെ നയിക്കാൻ പറ്റും? അപ്പം നമ്മുടെ ഇടയിലൊന്നും അങ്ങനെ ഒന്നും പറയാറില്ല. ഇല്ല. രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ടീച്ചിങ് മാറിയില്ലേ? അതെ. അപ്പോൾ പ്രായോഗികമായിട്ട് എങ്ങനെ ഒരു ക്രിസ്തീയതം നയിക്കാം? അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ചോദ്യചിഹ്നമായി. ഇവിടെ അങ്ങനൊരു കാര്യമുണ്ടോ, പ്രായോഗിക ക്രിസ്തീയതം? അപ്പോൾ എനിക്ക് പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയില്ലെങ്കിലും അന്നത്തെ എൻ്റെ അറിവിൻ്റെ, ഞാൻ അന്നേ ചിന്തിക്കുന്ന ആളായിരുന്നു. പല കാര്യങ്ങളും ശരിയും തെറ്റും ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു, ദൈവകാര്യങ്ങളിൽ ആരും എന്നെ കളിപ്പിക്കാൻ പാടില്ല. മറ്റു രീതിയിൽ കളിപ്പിക്കാം, പക്ഷെ ദൈവകാര്യങ്ങൾ പറഞ്ഞ് എന്നെ കളിപ്പിക്കാൻ പാടില്ല. അത് എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഒരു ബൈബിൾ നമ്മൾ വായിച്ചാൽ അതിനകത്ത് ആത്മാവ് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, മനുഷ്യർ സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കണം എനിക്ക് വേണ്ടത്. മറ്റുള്ളവർ സംസാരിക്കുന്നത് അവരുടെ കോണ്ടക്സ്റ്റിൽ അവർ സംസാരിക്കുന്നു. അവരുടെ അറിവ്, അവർക്കൊരു കാര്യം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടും അവർ പറഞ്ഞുകൊണ്ട് വരും. നമ്മളത് കേട്ടോണ്ടിരുന്നാൽ നമ്മുടെ ജീവിതവും വചനമായിട്ട് ഒത്തുവരികയില്ല. ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വാക്യങ്ങളറിയാം, പക്ഷെ പ്രായോഗികം അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചേർച്ചുകളിൽ അന്നത്തെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് ചോദിക്കുന്നത്, നമ്മുടെ ചേർച്ചുകളിൽ ഇങ്ങനെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലെസൺസ് കൊടുക്കണം എന്നല്ലേ, അങ്ങനെ ഒരു ട്രെയിനിങ് നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ കല്യാണത്തിന് നമ്മൾ പിള്ളേർ കല്യാണത്തിന് സ്റ്റേജിൽ കയറി ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ അതിൻ്റെ കുറേ പ്രസംഗങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതേ സമയത്ത് കാത്തലിക് ചേർച്ചുകൾ പോലുള്ളവർ അവർ നേരത്തെ കൗൺസിലിംഗ് നടത്തുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ചേർച്ചുകളിൽ ഒരു അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, അതായത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കലുകളില്ല എന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറയും, പ്രസംഗിക്കും, സൺഡേയിലെ പ്രസംഗങ്ങൾ പലപ്പോഴും എല്ലാം ഒന്നും മനസ്സിലാവത്തില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പണ്ട് കാലത്ത് നമുക്ക് ബയോ ക്ലാസ്സുകളുണ്ടായിരുന്നു ഒത്തിരി, അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നടത്തണം എന്നാണോ നടത്തണ്ടെന്നാണോ എൻ്റെ അഭിപ്രായം? അതിന് ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ നിലകളിൽ ദൈവം പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബൈബിളിലെ കാര്യങ്ങൾ, അതിൻ്റെ മൂല്യമായ കാര്യങ്ങൾ അറിയാത്ത കാലത്തും വിദ്യാഭ്യാസമില്ലാത്ത പാസ്റ്റർമാരെ കൊണ്ട് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഡിഗ്രിയും ഡോക്ടറേറ്റും എടുത്ത ഇന്നത്തെ സുവിശേഷകരായ ആളുകളെ കൊണ്ട് ഒറ്റ ആത്മാക്കൾ നേടാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റഡി ചെയ്തൊരു കാര്യമാണ്, ഡോക്ടറേറ്റ് എടുത്ത പല ആളുകളെയും ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ അവരാരും ഒരു വിശ്വാസത്തിൽ ആരെയും കൊണ്ടുവന്നിട്ടില്ല. അവർ കാര്യങ്ങൾ പഠിപ്പിക്കും, പക്ഷേ ആ പ്രായോഗിക ജീവിതത്തിൽ അവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, സമൂഹത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ട്, പല ഇതുണ്ട്, മാന്യതയുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് വാട്ട് യൂസ്? അതുകൊണ്ട് പ്രയോജനം എന്താ? ദൈവരാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒന്നാമത് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ പഠിപ്പിക്കുന്നേ ഇല്ല. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പിന്നെ അത് കഴിഞ്ഞാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചിന്തകളെല്ലാം ആ വഴിക്ക് അങ്ങ് മാറിപ്പോയി. എല്ലാം നേടുന്നു, പ്രാർത്ഥനയെ നേടുന്നു, വിടുതൽ അനുഭവിക്കുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആത്മമണ്ഡലങ്ങളിൽ ഒരു ലൈഫ് സെൻറ്റേഡായിട്ടുള്ള വിശ്വാസ ജീവിതം നമ്മുടെ ഇടയിൽ പലർക്കുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ വേറെ വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കുന്ന ചില ആളുകളെ നമുക്ക് കണ്ടെത്തുമ്പോഴായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് അല്പം ബോധ്യം വരും. ഒരു ടേണിങ് ഉണ്ടല്ലോ, ഒന്ന് ഇത് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതേക്കുറിച്ച് അവലോകനം നടത്തിയപ്പോൾ എല്ലാ സഭകൾക്കും, ഈവൻ നമ്മൾ വിരോധിക്കപ്പെടുന്ന യഹോവ സാക്ഷികളെ പോലെയുള്ള സഭകളിൽ പോലും ചില നല്ല ഗുണങ്ങളുണ്ട്. കത്തോലിക്ക സഭകൾക്ക് നല്ല ഗുണങ്ങളുണ്ട്, പെന്തക്കോസ്ത് സഭകൾക്കും നല്ല ഗുണങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ അവരവരുടെ വശത്ത് നിന്നുള്ള ആ ഒരു നന്മയെ അവർ കാണുന്നുള്ളൂ. മറുവശം കൂടെ നമ്മൾ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും കുറഞ്ഞ പക്ഷം അതിലുള്ള നല്ല കാര്യങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവവചനപ്രകാരമാണോ ജീവിക്കുന്നത് അല്ലയോ എന്നുള്ളത് ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ വിശ്വാസികളും നോൺ ബിലീവേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകളോടൊക്കെ ഇത് നടത്തിയിട്ടുണ്ട്, ഇടപാടുകൾ, ആത്മീയ കാര്യങ്ങളെ പരസ്പരം ഷെയർ ചെയ്യുന്ന ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ആളുകൾക്ക്, പല ആളുകൾക്കും ഇന്ന് വിശ്വാസമില്ല. അവർ പറച്ചിലേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമായി പറയാം. ഞാനും ഉൾപ്പെട്ട, എൻ്റെ അനിയൻ സുവിശേഷകനാണ്, ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇപ്പോൾ പെന്തക്കോസ്തുകാരാണ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന വിശ്വാസ ജീവിതം
ഇന്നില്ലെന്ന് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ജീവിതകാലങ്ങളിൽ നിന്നും ഞങ്ങൾ വളരെ വ്യത്യസ്തമായി കുറച്ചുകൂടെ മാറി ചിന്തിക്കാൻ തുടങ്ങി. കുറേ കൂടെ വിശാലത വന്നു, കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായി. അന്ന് കുറച്ചുകൂടെ ദൈവഭയത്തിൻ്റെ ഒരു ആത്മാവുണ്ടായിരുന്നു. അപ്പം ഒരു ക്വാളിറ്റി ലൈഫ് നേരത്തെ ഉള്ളതുപോലെ ഇന്നില്ല. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസമോ പഠനമോ തിയോളജിയോ ഒന്നും അന്നത്തെ ആളുകൾക്ക് അറിയത്തില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. ദൈവകൃപയുണ്ടായിരുന്നു. ദൈവകൃപയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയാം, പരസ്യവും നടന്നു. ഇന്നത്തെ പരസ്യം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നത്തെ മെഗാ പരിപാടി റോഡിലൊക്കെ വലിയ പിന്നെ ആളുകൾ ശ്രദ്ധിക്കാം ഇടയാകട്ടെ എന്നുള്ള നിലയുള്ള എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഞാൻ ഒരു കവലയിൽ നിന്ന് പ്രസംഗം ആരായാലും ഒന്ന് എന്തോ പറയുന്നത് കേൾക്കട്ടെ എന്നുള്ള നിലയിൽ ബസ് കാത്ത് നിൽക്കുന്നവരാണെങ്കിൽ മറ്റൊരു അതൊന്ന് ശ്രദ്ധിക്കും. ആ വ്യത്യാസമുണ്ട്. ഇത് ദൈവം ഈ ഇടപെടുന്ന ആത്മാവാണ് ഇടപെടുന്നത്. ഒരാളുടെ ഹൃദയത്തിൽ മാറ്റം ചിന്തിക്കുന്നതും അയാളെ ചിന്തിപ്പിക്കുന്നതും അയാൾക്കൊരു ആഗ്രഹം തോന്നുന്നതും ഒക്കെ ആത്മാവിൻ്റെ തലങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങൾ, അല്ലാണ്ട് നമ്മൾ പ്രയോഗിച്ചുണ്ടാക്കുന്ന വാക്കുകൊണ്ടും ഇമ്പം കൊണ്ടും ഉണ്ടാകുന്നതല്ല. അങ്ങനെ ഉണ്ടായാൽ പോലും അത് ദൈവസന്നിധി പ്രയോജനപ്പെടുകയില്ല എന്ന് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. എനിക്ക് ഇപ്പോൾ പ്രസംഗത്തിൻ്റെ പാഠവം കൊണ്ട് ആളുകളെ നേടാമെന്ന് ഞാൻ ചിന്തിച്ചാൽ, അല്ലെ എനിക്കൊരു ഡോക്ടറേറ്റ് എടുത്ത് അല്ലെങ്കിൽ ഞാനൊരു തിയോളജി ലെവലിൽ കാര്യങ്ങൾ ചിന്തിച്ച് ആളുകളെ നേടുന്നതിനേക്കാൾ കൂടുതൽ ദൈവരാജ്യത്തിൻ്റെ മണ്ഡലങ്ങളിൽ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ചില ആളുകളെ ചേർത്ത് കൊണ്ടുവരുന്നതും അല്ലെ അവരുമായിട്ട് ഇടപെടുമ്പോഴും അതിനൊരു ദൈവീക മഹത്വം അതിൽ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, അച്ഛൻ എത്ര പേര് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-12 പേരോളം വിശ്വാസത്തിലായിട്ട് നേരിട്ട് പുരുഷന്മാർ. അപ്പം അവരുടെ ഭാര്യയും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഞാൻ ഏതാണ്ട് ഒരു 10-30 പേരോളം ഉദ്ദേശം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഏകദേശ വിലയിരുത്തൽ. അതുപോലെ പിന്മാറിപ്പോയവരും ഉണ്ട്. 1-2 പേരെ പിന്മാറിപ്പോയതായിട്ട് എനിക്കറിയാം. അത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെന്നോട് തന്നെ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ, ഇതിനകത്തൊക്കെ മുഴുവൻ കറപ്ഷനാണല്ലോ, ഇതിൻ്റെ പാസ്റ്റർമാരെല്ലാം പണത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നവരാണല്ലോ, ഞങ്ങളെ അങ്ങനെ കളിപ്പിച്ചു ഇങ്ങനെ കളിപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇല്ല, അങ്ങനെ ആ നിലയിൽ പോയ ആളുകളുമുണ്ട്. അതേ സമയത്ത് നല്ല നിലയിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം നല്ല നിലയിൽ നോക്കി ഇറങ്ങിയവര് അവര് പിന്മാറി പോകത്തില്ല. പിന്നെ മറ്റു സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മുടെ ഇടയിൽ കുറ്റം പറയുക എന്ന് വിചാരിക്കരുത്. ചിലരിനോട് അങ്ങനെ പറയാറുണ്ട്, നീ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തോട് തന്നെ നീ കൂറില്ലാതെ സംസാരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറ്റമല്ല പറയുന്നത്, നന്നാകാനുള്ള ഒരു വഴി ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ അത് മനസ്സിൽ തിരികെയുള്ളൂ. അതായത് ഒരാൾ വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്ത് വിശ്വസിക്കുന്നു, ആരെ വിശ്വസിക്കുന്നു, എങ്ങനെ വിശ്വസിക്കും? വിശ്വാസത്തിനൊരു ദിശാബോധം ഉണ്ടാകും. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണെന്ന് ഞാൻ വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവൈലബിലിറ്റി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, നമുക്കറിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തു നമുക്കിന്ന് അവൈലബിൾ. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഇന്ന് ഭൂമിയിലില്ല. പക്ഷേ അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് എന്നിൽ തന്നെ ദൈവവും ഞാനുമായിട്ട് ഇടപെടാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവും എന്നിലുള്ള ആത്മാവും തമ്മിൽ ഒന്നു ചേർന്നതായ അനുഭവങ്ങളുണ്ടാകുന്നു. ക്രിസ്തുവിൽ നമ്മളെ ദൈവം കാണുന്നു, ദൈവം നമ്മളെ ക്രിസ്തുവിൽ കാണുന്നു. അപ്പോൾ ഇടപാട് കുറേ കൂടെ ക്ലോസ് ആവും. മറ്റേത് ദൂരത്ത് നിൽക്കുന്ന ഒരു ദൈവത്തെ വിളി കേൾപ്പിച്ച് അങ്ങാരെ അവിടെ നിന്നും കൊണ്ട് ഒരു വടിയൊക്കെ കുത്തിയിരുന്നെന്ന് കേട്ട് തലതിരിക്കുന്ന രീതിയിലല്ല ദൈവം ഇന്ന് നമ്മളോട് ഇടപെടുന്നത്. അത് വലിയ മഹാഭാഗ്യമാണ് ഇങ്ങനൊരു അനുഭവം നമുക്കുണ്ടാകുക എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ് സത്യം. അതായത് യേശു ക്രിസ്തുവിലേക്ക് ഒരുവനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വിളിയാണ്. അതേക്കുറിച്ചുള്ള ആ ഒരു കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ ഇന്ന് ബൈബിളിൻ്റെ ഒരു ടോട്ടാലിറ്റി ഉണ്ട്. അതായത് യാക്കോബിനെക്കുറിച്ച് പ്രസംഗിച്ചാലും ഏലിയാവിനെ കുറിച്ച് പ്രസംഗിച്ചാലും ഒക്കെ സുവിശേഷമാണെന്നാണ് നമ്മുടെ ചില ആളുകൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അത് യഹൂദ കഥകളാണ്. യഹൂദന്മാരുടെ ഇടയിൽ ആ യഹൂദന്മാരെ സംബന്ധിച്ച് ലോകജാതികളുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തരാണല്ലോ. ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച ഒരു ജനസമൂഹമാണ്. അവരുടെ ഇടയിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ ഏലിയാവിനെ കൊണ്ടും മോശയെ കൊണ്ടും ഒക്കെ അവരുടെ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.
അച്ഛൻ പറയുന്ന അനുസരിച്ച് നമ്മൾക്ക് ഇപ്പം സുവിശേഷം അല്ല പഴയ നിയമം പ്രസംഗിക്കണ്ടെന്നാണോ? അല്ല. അതോ അത് വിശ്വാസികളോട് മാത്രം പ്രസംഗിച്ചാൽ മതി? പഴയ നിയമം പഴയതാ, ആ വാക്കുകൊണ്ട് തന്നെ അർത്ഥമാണ്. മനസ്സിലായോ? പുതിയ നിയമം ആ വാക്കുകൊണ്ട് തന്നെ അർത്ഥമുണ്ട്. അത് പുതിയൊരു നിയമമാണ്. അല്ല, ഇപ്പം നമുക്ക് ആ സ്റ്റോറീസ് നമുക്കൊരു ഇൻസ്പയറിംഗ് എന്നുള്ള നിലയിൽ വിശ്വാസികളോട് പ്രസംഗിക്കാമോ? വിശ്വാസികളോടാണ് പ്രസംഗിക്കേണ്ടത്, മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ബഹറിലായിരിക്കുമ്പം ഒരു കത്തോലിക്ക സഹോദരനെ ഞാൻ എവിടെയാണ് ബൈബിൾ എടുത്തോണ്ട് പോകുന്നതെന്ന് പുള്ളി എന്നോട് ചോദിച്ചു. എൻ്റെ കൂടെ മീറ്റിങ്ങിന് വന്നു. അവൻ രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്, നല്ലൊരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നുണ്ട്. അന്ന് ഞാൻ അവനെ നമ്മുടെ സഭയിൽ കൂട്ടിക്കൊണ്ടുപോയി. അന്നത്തെ അവിടുത്തെ പാസ്റ്ററുടെ പ്രസംഗം ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദാവീദിൻ്റെ കഥയാണ് പുള്ളി അന്ന് പറഞ്ഞത്. സഭായോഗത്തിൻ്റെ മെസ്സേജ് ദാവീദിനെക്കുറിച്ച് പറഞ്ഞു വെച്ച് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേണ്ടി നല്ലൊരു ദാവീദ് കാൽവറി യാഗമായി തീർന്നു എന്ന് പറഞ്ഞ് ആ പ്രസംഗം അവസാനിപ്പിച്ചു. വീട്ടിൽ വന്നേച്ച് ഈ സഹോദരനോട് ചോദിക്കുക, ജോൺസൺ സഹോദരൻ എന്താ മിണ്ടാതിരുന്നത്? ഞാൻ എന്താ വേണം? ദാവീദ് എന്നോ കാൽവറി യാഗമായി തീർന്നത്? യേശു അല്ലയോ? എന്തുകൊണ്ടാണ് ആ പാസ്റ്ററെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല എന്നായി. ഞാൻ അദ്ദേഹത്തെ ഈ ദാവീദ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് പാടുപെട്ടു. എന്തിനു എത്ര പാടുപെടുന്നത്? നമ്മൾ കല്യാണങ്ങൾക്ക് കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് പറയുന്ന പോലെ എന്തിനത്ര പാടുപെടുന്നത്? അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവത്തില്ല. അതായത് വരുവാനുള്ള ഈ ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. നമ്മളത് ആ നിലയിൽ അത് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് ചേസ് ജോസഫിൻ്റെ ഭാഷയെ പറഞ്ഞ പുതിയ നിയമത്തിൻ്റെ ആത്മാവിൽ വേണം പഴയ നിയമത്തിലേക്ക് നോക്കാൻ. പഴയ നിയമത്തിൽ ചെന്നേച്ച് പുതിയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരിൽ ഒരുവനെ പോലെ ആയിപ്പോകും, ക്രിസ്തുവിനെ പോലെ ആകത്തില്ല. ക്രിസ്തുവിൽ ആയാൽ നമുക്ക് പഴയത് നോക്കിയാൽ എന്നെക്കുറിച്ച് തിരുവഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള പ്രവചനം പോലെ എന്നെക്കുറിച്ച് തിരുവഴുത്തിൽ ഈ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് അങ്ങനെ ബിബ്ലിക്കൽ നോഹോ ഉള്ള ആളല്ല. എനിക്ക് ബിബ്ലിക്കൽ സ്റ്റഡീസോ എനിക്കങ്ങനെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ വരുവാണ്. പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലേ? ഞാൻ 300ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 300? ഓക്കെ. പക്ഷേ അത് ഒരു 10-50 പാട്ടുകൾ ഓരോരുത്തർ കൊണ്ടുപോയി അത് പാടി അവർ കാസറ്റാക്കി. ഇപ്പോൾ അതിൽ യൂട്യൂബിലൊക്കെ എൻ്റെ പാട്ടുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഫേമസ് പാട്ടുകളൊന്നും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രാണനാഥ എന്നൊക്കെ ഉള്ള പാട്ടുകൾ കല്യാണത്തിനൊക്കെ ലിജി യേശുദാസൊക്കെ അവരൊക്കെ ഉപയോഗിക്കാറുണ്ട്, അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണോ? ഓരോ നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണോ? ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് കൂടുതൽ പാട്ടുകളും വന്നിട്ടുള്ളത്. പിന്നെ അല്ലാതുള്ള ചിന്തകളിൽ നിന്നും ഉയർന്നു വന്ന പാട്ടുകളുണ്ട്. അത് അറിയാതെ അങ്ങ് കയറി വരും ചില സമയത്ത്. ചിലപ്പോൾ യാത്രകളിൽ അല്ലെങ്കിൽ അന്നേരം തന്നെ 4 വരിയോ 6 വരിയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അത് പാടിയെടുക്കും. ഒറ്റയടിക്ക് കിട്ടിയത് 1-2 പാട്ടേ ഉള്ളൂ. അത് ട്യൂൺ ചെയ്യുന്നവരോ ആരെങ്കിലും ഏൽപ്പിക്കുകയാണോ? പാട്ട് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ട്യൂണുണ്ട്. ആ ട്യൂൺ ആയിരിക്കുകയില്ല ഒരു പക്ഷേ പാട്ടുകാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുണ്ടാക്കുന്നത്. അവരെന്ത് ഇന്നത്തെ ട്രെൻഡ് എന്നുള്ള നിലയിൽ ആരും പാടാത്ത ഒരു പുതിയ ട്യൂൺ അവർ കൊണ്ടുവരും. അവരതിനെ ആ നിലയിൽ അതിനെ മാറ്റം വരുത്തും. ഒരു ശാസ്ത്രീയ ഗാനമുണ്ട് എൻ്റെ പാട്ട് എഴുതി, ഞാൻ തന്നെ അത് മറന്നുപോയി. നമ്മുടെ ലിജി യേശുദാസ് അവർ പാടിയിട്ടുണ്ട്. പിന്നെ ബിനോയ് മാവേലിക്കര എൻ്റെ CD ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ CDയുടെ കോപ്പി ഞാൻ കാണിച്ചല്ലോ. പിന്നെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇപ്പം താല്പര്യം കൂടുതൽ വരുന്നത്, കാരണം പാട്ടുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അത്ര എളുപ്പമുള്ള കാര്യമല്ല, വലിയ ചിലവുള്ള കാര്യം. കാരണം അത് ഒരുപാട് പേരിങ്ങനെ ലാലാ ലാലാ എന്ന് പറഞ്ഞ് ഒത്തിരി പാട്ടുകളൊക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ചിലർക്ക് ചില പാട്ടുകൾ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് എന്താ പറയുന്നത് ആത്മീയ ധ്യാനങ്ങളുള്ള പാട്ടുകൾ താല്പര്യം കുറവ് വരികയും അടിച്ചോളി പാട്ടുകൾ പാടാൻ വലിയ സെറ്റോടുകൂടെ പാടുന്നത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ആത്മീയ ലോകമാണ് ഇന്ന് കാണുന്നത്. അതിൻ്റെ ആത്മീയമെന്ന് പറയാൻ ഒക്കുകയില്ല, ആത്മീയ ഗാനങ്ങളും ഇല്ല. അത് എനിക്കറിയത്തില്ലായിരുന്നു ആദ്യം. ഞാനും അങ്ങനെയുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ധാരാളം. പക്ഷേ പിന്നത്തേതിൽ വാക്കുകൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി, ചിന്തകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. അപ്പം ഞാൻ പാട്ട് എഴുതുന്ന ആളാണെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം അതിലേക്ക് വരുവാണ്. പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ. പുസ്തകങ്ങൾ 4 പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്.
വേറെ ഉണ്ട്, എഴുതുകയൊക്കെ ധാരാളം കിടപ്പുണ്ട്. പബ്ലിഷ് ചെയ്തു. 4 പുസ്തകങ്ങളിൽ 2 പുസ്തകം ഇപ്പോൾ ഗുഡ് ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിത്യതയുടെ ശക്തികളെന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഇപ്പോൾ ഇതിന് മറ്റേ അങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഓക്കെ. പുതിയതായിട്ടൊരു പുസ്തകം എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു, അതിനെന്താ പ്രത്യേകത? ഇപ്പോൾ പുതിയതായിട്ടൊരു പുസ്തകം ഗുഡ് ന്യൂസിൻ്റെ അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സദൃശവാക്യങ്ങളെ പോലെയുള്ള സന്ദർഭത്തിന് അനുസരിച്ച് പ്രയോഗിക്കാവുന്ന പദങ്ങൾ ചേർത്ത 630ഓളം വാക്കുകൾ പ്രിൻ്റഡായിട്ട് DTP എടുത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൽ ചില വാക്കുകൾ സന്ദർഭത്തിൽ ചിലർ ഉപയോഗിക്കാറും ഉണ്ട്. ഫാസ്റ്റർ B. മോനച്ചൻ എൻ്റെ ചില വാക്കുകൾ പുള്ളിയുടെ ഞാൻ ഒരിക്കൽ സഭാവളി ചെന്നപ്പോൾ വലിയൊരു പോസ്റ്ററിൽ പുള്ളി എഴുതി അവിടെ സഭാവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമേരിക്കയിലുള്ള ജോൺ സാമുവൽ എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ 1-2 വാക്കുകൾ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. പിന്നെ അല്ലാതെ സ്വർഗീയ ധ്വനി സന്ദർഭവശാൽ ഉപയോഗിക്കാവുന്ന അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. 2 പേർ തങ്ങൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത് 600 സംതിങ് അത് കൂടുതലുണ്ട്. പക്ഷേ 630 ഞാൻ DTP എടുത്ത് രേഖകളാക്കി വെച്ചിട്ടുണ്ട്. അത് അകാരാദി വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ആ മുതൽ വരുന്ന അതിൻ്റെ ഓർഡറിൽ അത് ക്രമീകരിച്ച് കൊണ്ടുവന്നു. എഴുതുമ്പോൾ അങ്ങനെ വരികയല്ല, അങ്ങനെ ഇരിക്കുമ്പം സെൻറ്റൻസുകൾ കയറി വരും. അത് പബ്ലിഷ് ചെയ്തോ? പബ്ലിഷ് ചെയ്തില്ല. പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പോൾ ഗുഡ് ന്യൂസിൻ്റെ ഇരിപ്പുണ്ടത്, അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സെക്കുലറായിട്ടുള്ള വാക്കുകളും അതിനകത്ത് വരുന്നത് കൊണ്ട് ഓരോ നിർദ്ദേശങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒന്ന് അവസാനിക്കും. പക്ഷെ അത് വിറ്റഴിക്കാൻ പാടാണ് ഇത്തരം പുസ്തകങ്ങളൊക്കെ. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഡെയിലി ഡയറി പോലുള്ള അതിനകത്തൊക്കെ ഉപയോഗിക്കാവുന്ന ഗ്രാഫിക് ഡിസൈനർ, ഇവാഞ്ചലിസ്റ്റ്, അല്ലെങ്കിൽ പുസ്തകരചയിതാവ്, ഗാനരചയിതാവ്, 4 ടൈറ്റിലാണ് അച്ഛൻ അറിയപ്പെടുന്നത്. ഇതിലേത് ടൈറ്റിലാണ് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? എൻ്റെ ആർട്ടിസ്റ്റായിരുന്നു എൻ്റെ ആ ഒരു കാലത്തുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിന് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് പുസ്തകം എഴുതുന്ന കാര്യങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി താല്പര്യം വരുന്നുണ്ട് ഇപ്പോൾ പാട്ടുകളെക്കാളും. പാട്ടുകൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നില്ല. നമുക്ക് സ്വയം എന്നാൽ പാടി മൂളിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചിലർ കൊണ്ടുപോയി അത് ഉപയോഗപ്പെടുന്നുണ്ട്. എനിക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ചോദ്യം മനസ്സിലായല്ലെന്ന് തോന്നുന്നു. വ്യക്തിപരമായ നിലയിൽ 4 ടൈറ്റില്ല, 4ഉം വളരെ വ്യത്യസ്തമായ ടൈറ്റില്ല. ഒന്ന് ഗാനരചയിതാവ്, ഒന്ന് പുസ്തകരചയിതാവ്, പിന്നെ ഒന്ന് ഗ്രാഫിക് ഡിസൈനർ, ഒന്ന് ഇവാഞ്ചലിസ്റ്റ്, പിന്നെ ഉള്ളത് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. 5 ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഇത് തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല. ദൈവം എന്നെ ആ നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ പുസ്തകം എഴുതുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ തോന്നുന്നത്. എനിക്ക് ചിന്തകൾ നല്ല ചിന്തകൾ വരും. ഇപ്പോഴും പരസ്യങ്ങൾ നടത്താറുണ്ടോ അല്ലെ? അങ്ങനെയുള്ള ഇല്ല, പരസ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കോട്ടയത്ത് ഈ പ്രായമുള്ള ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ മൂവ്മെൻ്റ് ഉണ്ട്. മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചില വീടുകളിലൊക്കെ പ്രായമുള്ളവർ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കോട്ടയത്തെ ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ശനിയാഴ്ച ദിവസം വയസ്സി എന്നവർ, അടുത്തുള്ളവർ, ദൂരെ എങ്ങും പാനൊക്കാത്തവർ, സമുദായക്കാരായിരിക്കും, ബന്ധുക്കോസുകാരൊന്നും ആയിരിക്കണമെന്നില്ല, ബന്ധുക്കോസുകാരും അതിനകത്ത് സഹകരിക്കുന്നുണ്ട്. അവർ വന്ന് മിക്കവാറും ആണുങ്ങളായിരിക്കും കൂടുതലും വരിക. വന്നു കഴിഞ്ഞ് ചില ലേഡീസും അവരുടെ ഭർത്താക്കന്മാർ കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ആത്മീയ കാര്യങ്ങൾ. CSAക്കാരുണ്ട്, മാർത്തോമക്കാരുണ്ട്, ബന്ധുക്കോസുകാരുമുണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം ഞാനൊരു വചനം ഷെയർ ചെയ്യും അവരോട്. അപ്പം അതിനകത്ത് എനിക്ക് കിട്ടിയ ആത്മീയ വെളിച്ചങ്ങൾ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് പറയാൻ കാരണം, ഇങ്ങനെ പറയുമ്പോൾ മറ്റവർ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ച് അവസാനം അവർ ചോദ്യം ചോദിക്കും. അവർക്ക് ചോദ്യത്തിന് അവർക്ക് തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കും. അല്ലെങ്കിൽ അവർ വീണ്ടും ചോദിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ സ്റ്റഡി ചെയ്ത് അടുത്ത ആഴ്ച ഞാൻ പറയാം, ഈ കാര്യം ഒന്നുകൂടെ സ്റ്റഡി ചെയ്തിട്ട് പറയാം. ഒരു ഷെയറിങ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അത്. കാരണം അവരുടെ മനസ്സിലിരിക്കുന്ന പല കാര്യങ്ങളും തുറന്ന് ഇങ്ങോട്ട് പറയാനും നമ്മൾക്ക് അങ്ങോട്ട് പറയാനും അതൊരു ബൈബിൾ ടീച്ചിങ് എന്ന് പറയാൻ ഒക്കുകയില്ല. അതിനകത്ത് സാമൂഹ്യമായ കാര്യങ്ങളും അതിനകത്ത് വരും. അവരെ ക്രിസ്തുവിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവർക്ക് ഞാൻ അറിഞ്ഞ പോലെ അല്ലല്ലോ സത്യങ്ങൾ എന്ന് അങ്ങനെ ചിന്തിച്ചവരുണ്ട്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരവസരമായിട്ടാണ് ആ മൂവ്മെൻറ്റിനെ ഞാൻ കാണുന്നത്.
അത് ഞാനും ഒരു അച്ചായനും കൂടെ, പ്രായമായ ഒരു അച്ചായനും കൂടെ, ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് തമ്മി കാണുകയും ഞങ്ങൾ ഈ വചനങ്ങൾ പങ്കുവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ആ വഴിയെ പോയ ഒരു അച്ചായൻ അതുവഴി കയറി വരുന്നു. മൂന്നാമതൊരാളായി പറഞ്ഞു, ഞങ്ങൾ വൈകിട്ടിങ്ങനെ ശനിയാഴ്ച ദിവസം കൂടുന്നുണ്ട്, വെറുതെ ഇരിക്കുകയില്ലേ, അദ്ദേഹം മാർത്തോമക്കാരന്, വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം എന്നും പറഞ്ഞ് അദ്ദേഹവും കൂടെ വരാൻ തുടങ്ങി. ഇപ്പോൾ 3 പേരായി. അപ്പോൾ ഈ 3 പേരുടെ വീട്ടിലും ഈ പറഞ്ഞ കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടും. അത് കഴിഞ്ഞ ശേഷം വേറെ ഒരു ആളിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അദ്ദേഹവും ഭാര്യയും കൂടെ സഹകരിക്കാന്ന് പറഞ്ഞു. ഇടയ്ക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 4, 5, 6 അങ്ങനെ ഒരു 20-22 പേര് വരെ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ മഴക്കാലമോ മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ എണ്ണം കുറയും, അങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് ഈ ചില സഹായങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ ഫിസിക്കലായിട്ട് മറ്റു സഹായങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ആശ്വാസത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് വേണം. പ്രായമുള്ളവരുടെ ഇടയ്ക്ക് ഇപ്പോൾ അവരെ അന്വേഷിക്കാനും ഒന്നും പലയിടത്തും ആളില്ല. ഇതൊന്നും സഭയോട് ചെയ്യുന്ന കാര്യങ്ങളല്ല. മനസ്സിലായി, അതൊരു കൂട്ടായ്മയാണ്. അവർക്കും ഒരു ആശ്വാസം, പരസ്പര സഹായം, അതൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. അതെ. അങ്ങനെ ഒരു ചെറിയ മൂവ്മെന്റ് ഇപ്പോഴുണ്ട്. ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ വൈഫിൻ്റെ പേര് മോളിക്കുട്ടി. അവർ തിരുവല്ല ഓതറക്കാരാണ്. അവർക്ക് പപ്പായും ഒക്കെ ബോംബെയിലായിരുന്നുകൊണ്ട് ഈ മോളും ബോംബെ വന്നു. അങ്ങനെ ഞങ്ങൾ വിവാഹത്തിന് കാരണമായി തീർന്നു. ഇപ്പം നാട്ടിൽ കോട്ടയത്ത് താമസിക്കുന്നു. ഹൗസ് വൈഫാണ്. ഒരു മോന് ഇപ്പോൾ ദുബായ് ജോലി ചെയ്യുന്നു. മോൻ്റെ വൈഫും കുഞ്ഞുങ്ങളും നാട്ടിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മോള് കറ്റാനത്താണ് താമസിക്കുന്നത്. അവിടെ ഭർത്താവ് വിദേശത്താണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളവരും സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഒരു ടേക്ക് കെയർ ഞങ്ങളൂടെ കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവളുടെ ഒരവസ്ഥ. അപ്പോൾ ഞങ്ങൾ ദൈവകൃപയാൽ ക്ഷേമമായിട്ട് പോകും. സന്തോഷമായിരിക്കുന്നു.